പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 കൊല്ലമായിട്ട് SFI കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് യൂണിറ്റിന്റെ കീഴിൽ നടന്നു വന്നിരുന്ന എക്സാം ഓറിയന്റഡ് ക്ലാസ് കോളേജ് യൂണിയൻ അധികാരമേറ്റതിനെ തുടർന്ന് ആദ്യമായിട്ട് കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം പറയാനായിട്ട് കോളേജ് യൂണിയന്റെ ചെയർമാനായിട്ടുള്ള മുഹമ്മദ് ഷെഫീഖിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2 വർഷമായിട്ട് SFI വിപുലമായി ഏറ്റെടുത്തു വരുന്ന ഒരു സംഗതിയാണ് ഈ എക്സാം ഓറിയന്റഡ് ക്ലാസ്സുകൾ. അത് വളരെയധികം വിദ്യാർത്ഥികൾക്കിടയിൽ ഉപകാരപ്രദമാവുന്ന രീതിയിൽ തന്നെയാണ് SFI ഇത്രയും കാലം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പുതിയ കാര്യമല്ല, SFI ചെയ്തു വെച്ചൊരു കാര്യത്തിന്റെ തുടർച്ചയാവുക എന്നൊരു ഉത്തരവാദിത്തമാണ് ഇന്ന് യൂണിയൻ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പുതിയ തുടക്കത്തിനപ്പുറമായിട്ട് നമ്മൾ ഓൾറെഡി തുടങ്ങി വെച്ച ഒരു കാര്യത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് യൂണിയൻ ഏറ്റെടുത്തിട്ടുള്ളത്. ഇത്തരത്തില് നിരന്തരം എക്സാമുകളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ പ്രശ്നം മനസ്സിലാക്കി എക്സാം ഓറിയന്റഡ് ക്ലാസ്സുകൾ SFI നടത്തി വരാറുണ്ട്. യൂണിയൻ അധികാരത്തിലേറ്റതിനു ശേഷം ഒരുപാട് വിപുലമായ പരിപാടികളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. കലാപരമായ മേഖലകളിലും കായികപരമായ മേഖലകളിലും വലിയ വിജയകരമായ പരിപാടികൾ ഇപ്പൊ തന്നെ യൂണിയൻ ഏറ്റെടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടു പോകുന്ന ഒരു മേഖലയാണ് അക്കാദമിക് പരമായ കാര്യങ്ങൾ. മൂഡ് കോർട്ടിന്റെ പ്രോഗ്രാമുകളായാലും അതുപോലെ തന്നെ മറ്റു പ്രോഗ്രാമുകളും അക്കാദമിക് മേഖലകളിൽ കൃത്യമായി യൂണിയൻ ഏറ്റെടുത്ത് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു അനുബന്ധ പരിപാടി എന്ന നിലക്ക് തന്നെയാണ് SFI ഏറ്റെടുത്ത് വന്നിരുന്ന ഈ എക്സാം ഓറിയന്റഡ് ക്ലാസ്സുകളെ യൂണിയൻ കാണുന്നത്. അപ്പോ ഇന്ന് 4th സെമസ്റ്റർ CPC 2 ക്ലാസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. കൂടുതൽ മുഖവരയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നിരന്തരമായി SFI ഏറ്റെടുക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് നമുക്ക് സമ്പൂർണ്ണ സപ്പോർട്ട് നൽകുകയും ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലോവൽമൻ സാറാണ് ഇന്ന് യൂണിയന് വേണ്ടി ഈ CPC 2 ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ യൂണിയൻ ഏറ്റെടുക്കുന്ന ആദ്യത്തെ എക്സാം ഓറിയന്റഡ് ക്ലാസ് ആണ്. അപ്പോൾ സാറിനെ യൂണിയന്റെ പേരിലും വ്യക്തിപരമായ പേരിലും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ക്ലാസ്സിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും യൂണിയന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. പറയുന്ന കേൾക്കാമോ? താങ്ക് യു. അപ്പോ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ ടു എവറി വൺ. ഹാപ്പി ന്യൂ ഇയർ 2023. ദാറ്റ്സ് വൺ. അനദർ വൺ ഈസ് നിങ്ങളുടെ വരുന്ന എക്സാമിന് 9th സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാമിന് ഓൾ ദി വെരി ബെസ്റ്റ് ഫ്രം മൈ സൈഡ് ആസ് എ ടീച്ചർ. തീർച്ചയായിട്ടും യൂണിയൻ ഇപ്പം ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട് യൂണിയൻ നിലവിൽ വന്നതിന് ശേഷം യൂണിയൻ ഇങ്ങനെയുള്ള അക്കാദമികമായിട്ടുള്ള കാര്യങ്ങളും കൂടെ മൂഡ് ഇതുപോലെയുള്ള അക്കാദമികമായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഏറ്റെടുക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് കോളേജിന്റെ ഭാഗമായിട്ടുള്ള സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. യൂണിയൻ ഇസ് സീരിയസ് അബൌട്ട് അക്കാഡമിക്സ് ഓൾസോ ഇൻ അഡീഷൻ ടു സ്പോർട്സ്, ആർട്സ് ആൻഡ് അതർ ആക്ടിവിറ്റീസ്. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ് സച്ച് ഇനിഷ്യേറ്റീവ്. നമ്മൾ ഇന്ന് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് 9ാം തീയതി വരുന്ന പരീക്ഷകളിൽ ഒരു ഒരുക്കത്തിന്റെ ഭാഗമായിട്ട് ഒരു എക്സാം ഓറിയന്റഡ് ക്ലാസ് എന്നുള്ള നിലയിലാണ്. നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഓൺലൈനായിട്ടെങ്കിലും കണ്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് CPC ആണ്. CPC ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അത് 2nd സെമസ്റ്റർ എക്സാം കഴിഞ്ഞതാണ്. CPCയുടെ ഇപ്പം തേർഡ് പാർട്ട് CPCയുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇപ്പൊ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഒരു ചെറിയ ഒരു നോട്ട് ഓഫ് പോർഷൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. 5 ഇയർ കോഴ്സിലും 3 ഇയർ കോഴ്സിലും CPC സിലബസിൽ വ്യത്യാസമുണ്ട്. 5 ഇയർ കോഴ്സിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6th സെമസ്റ്ററിലാണ് CPC ഒരൊറ്റ പേപ്പർ മാത്രമായിട്ടാണ്. മറിച്ച് 3 ഇയർ കോഴ്സിൽ CPC 2 പേപ്പറായിട്ടാണ്. ഒന്ന് 3rd സെമസ്റ്ററും ഒന്ന് 4th സെമസ്റ്ററും. 3rd സെമസ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ഡീൽ ചെയ്യപ്പെട്ടു, അല്ലെ അതിന്റെ പരീക്ഷകൾ നിങ്ങൾ അപ്പിയർ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് അത് ഡീൽ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു അനുമാനത്തിന്റെയും സെക്കൻഡ് പാർട്ട് മാത്രം മതി, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് മാത്രമാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനുള്ള സമയമുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവും കൂടി വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിലബസ് മുഴുവനായിട്ട് 1 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ്. ഇപ്പൊ CPCയുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് പ്രധാനമായിട്ടും വരുന്നത്, ഞാൻ സിലബസിലേക്ക് നിങ്ങൾ ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ മനസ്സിലാക്കി വരുന്നത്, സിലബസിൽ നിങ്ങൾ കവർ ചെയ്യേണ്ട ഭാഗങ്ങൾ
ഒന്ന്, സൂട്ട്സ് ഇൻ പെർട്ടിക്കുലർ കേസസ്. ജനറൽ ആയിട്ട് ഒരു സൂട്ട് എങ്ങനെ ഫയൽ ചെയ്യാമെന്നും അതിന്റെ പ്ലേന്റിന്റെ റിക്വയർമെന്റ് എന്തൊക്കെയാണെന്നും റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നും ഒരു പ്ലീഡിംഗ് ജനറലി എന്തൊക്കെയാണെന്നും ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ ബേസിക്സ് ഓഫ് സൂട്ട് ഈസ് ഡെൽറ്റ് ഇൻ ദി ഫസ്റ്റ് പാർട്ട് ഓഫ് CPC. CPCയുടെ ഫസ്റ്റ് പാർട്ടിൽ ഓർഡർ 7 റൂൾ 1, ഓർഡർ 8 റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്, പിന്നെ സെക്ഷൻ 26 എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അറിയാമെന്നുള്ള പ്രിസംപ്ഷനാണ് നമ്മൾ പോകുന്നത്. സൂട്ട്സ് ഇൻ പെർട്ടിക്കുലർ കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സൂട്ടിന്റെ ബേസിക് ആയിട്ടുള്ള കുറെ റിക്വയർമെന്റ്സ് ആവശ്യമുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി ചില പ്രത്യേകതരം സൂട്ടുകളിൽ ചില പ്രത്യേകതരം റിക്വയർമെന്റ്സ് ഉണ്ട്. ആ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടതെന്നും അതിന്റെ നടപടിക്രമങ്ങളും മറ്റും കൂടെ CPCയിൽ പറയുന്നുണ്ട്. അതാണ് യൂണിറ്റ് 1 ആയിട്ട് CPC 2 പറയുന്നത്. സോ യൂണിറ്റ് 1 is about suit in particular cases. ഫോർ എക്സാമ്പിൾ, സൂട്ട് ബൈ ഓർ എഗൈൻസ്റ്റ് ദ ഗവൺമെന്റ്. ഒരാൾ ഗവൺമെന്റിനെതിരെ സൂട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ സാധാരണ സൂട്ടിന്റെ റിക്വയർമെന്റ്സ് ഉണ്ട്, അത് കൂടാതെ സർട്ടൻ അഡീഷണൽ കണ്ടീഷൻസ് ആർ ദർ. പിന്നെ സൂട്ട്സ് ബൈ ഓർ എഗൈൻസ്റ്റ് കോർപ്പറേഷൻ, ട്രസ്റ്റീസ്, എക്സിക്യൂട്ടീവ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അങ്ങനെ കുറെ അധികം റിക്വയർമെന്റ്സ് ഉണ്ട്. പിന്നെ സൂട്ട് ബൈ ഓർ അഗൈൻസ്റ്റ് മൈനർ, സൂട്ട് ബൈ ഓർ അഗൈൻസ്റ്റ് അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ, അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റി ഉള്ള സൂട്ട്സിനെ കുറിച്ചാണ് നമ്മുടെ യൂണിറ്റ് 1 ഓഫ് CPC 2 ഓഫ് 3-year കോഴ്സ് ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ആവശ്യമുണ്ട്. അതാണ് നമ്മൾ നോക്കുന്ന ഒരു ഏരിയ. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇന്ററീം ഓർഡേഴ്സ്. ഇന്ററീം ഓർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർലൊക്കേറ്ററി ആപ്ലിക്കേഷൻസ് എന്നൊക്കെ നമ്മൾ പറയും. IA ഇന്റർലൊക്കേറ്ററി ആപ്ലിക്കേഷൻസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഒരു സൂട്ട് നടക്കുന്ന സമയത്ത് ആ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട സൂട്ട് ആണെങ്കിൽ, ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട സൂട്ടിൽ ഒരു കമ്മീഷനെ വെച്ചിട്ട് ഒരു സർവേ കമ്മീഷൻ വന്ന് ആ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊരു പാർട്ടിക്ക് തോന്നുന്നു, party can make an application to the court for an interim order. ഒരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇന്ററീം ഓർഡറിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ടെമ്പററി ഇൻജങ്ഷൻ ആവശ്യമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇതെല്ലാം ഇന്ററീമാണ്. ഇന്ററീം എന്ന് പറഞ്ഞാൽ താൽക്കാലികം, ടെമ്പററി അല്ലെങ്കിൽ ഇതിനിടയിലുള്ള എന്നുള്ളൊരു അർത്ഥത്തിലാണ്. അത് പിന്നെ കോടതിയുടെ ഫൈനൽ ഡിസ്പോസലുമായിട്ട് നേരിട്ട് ബന്ധം ഉണ്ടാവണം നിർബന്ധമില്ല. അതുപോലെ തന്നെ അറ്റാച്ച്മെന്റ് ബിഫോർ ജഡ്ജ്മെന്റ്, അറസ്റ്റ് ബിഫോർ ജഡ്ജ്മെന്റ്, ടെമ്പററി ഇൻജങ്ഷൻ, ഓർഡേഴ്സ്, റിസീവർ എന്നുള്ള ഇങ്ങനെയുള്ള ഇന്ററീം ആയിട്ട് കോടതിയുടെ മെയിൻ നടപടിക്രമങ്ങളുടെ സപ്ലിമെന്ററി ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ഇന്ററീം ഓർഡേഴ്സിനെ കുറിച്ചാണ് യൂണിറ്റ് 2 ഓഫ് ദി സിലബസ് വുഡ് റിക്വയർ യു ടു ഡു. അപ്പൊ അതിൽ നിന്നും ചോദ്യങ്ങൾ വരാം എന്നർത്ഥം. സോ ഫസ്റ്റ് പാർട്ട് സൂട്ട്സ് ഇൻ പെർട്ടിക്കുലർ കേസസ് ആൻഡ് യൂണിറ്റ് 2 is interim orders. And unit 3 is also important. Unit 3 is about execution. എക്സിക്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഡിഗ്രി വന്നു കഴിഞ്ഞാൽ, കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ വിധി നടപ്പിലാക്കൽ എന്ന് പറയും. പൈസ കൊടുക്കാനുണ്ടെങ്കിൽ പൈസ കൊടുക്കണം, പാർട്ടീഷൻ ചെയ്ത് കിട്ടണമെങ്കിൽ പാർട്ടീഷൻ ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാണ് വിധി ഈ പറയുന്ന പാർട്ടീസിനോട് ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ആൾക്കാരെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ കമ്പൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലീഗൽ മീൻസ്, അതിനെക്കുറിച്ച് പറയുന്നത് ഓർഡർ 21 ആണ്. ഓർഡർ 21 perhaps it is the lengthiest provision in CPC. അതിൽ പറയുന്നുണ്ട് എക്സിക്യൂഷൻ എങ്ങനെയൊക്കെ നടത്താം. അറസ്റ്റ് ചെയ്തിട്ട് ഒരാളെ പഠിപ്പിക്കുന്ന സെൻസ് അയാളെ കമ്പൽ ചെയ്യാം. അങ്ങനെ അറസ്റ്റ് ഉണ്ട്, അറ്റാച്ച്മെന്റ് ഉണ്ട്, പിന്നെ അങ്ങനെയുള്ള 3 or 4 മെയിൻ പ്രൊവിഷൻസ്. അങ്ങനെയുള്ള 3 or 4 മേജർ ആയിട്ട് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഡീൽ ചെയ്യുന്ന പാർട്ടും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് യൂണിറ്റ് 3 ഓഫ് ദി CPC 2 സിലബസ് പറയുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് 4 ഇസ് അബൌട്ട് അപ്പീൽസ്. അപ്പീൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് 2 തരം അപ്പീലാണുള്ളത്. അപ്പീൽ, ഫസ്റ്റ് അപ്പീൽ ആൻഡ് സെക്കൻഡ് അപ്പീൽ. അപ്പീൽ എത്ര ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണം, ഏത് കോടതിയിലേക്ക് ഫയൽ ചെയ്യണം, അതിനുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അപ്പീൽ മെമ്മോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്രോസ് അപ്പീൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അപ്പീൽ മെമ്മോറാൻഡം, അതിന്റെ റിക്വയർമെന്റ്സ്, പിന്നെ അതിന്റെ കൂടെ തന്നെ അപ്പീൽ കൂടാതെ തന്നെ റെഫറൻസ്, റിവ്യൂ ആൻഡ് റിവിഷൻ, ഈ 3 പ്രൊസീഡിങ്സ് കൂടെ അപ്പീൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും അപ്പീലിന്റെ കൂടെ തന്നെയാണുള്ള ഒരു മൊഡ്യൂളിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പീൽ കൂടാതെ, ഫസ്റ്റ് അപ്പീൽ ആൻഡ് സെക്കൻഡ് അപ്പീൽ കൂടാതെ അപ്പീലിന്റെ കൂടെ തന്നെ റെഫറൻസ്, റിവ്യൂ ആൻഡ് റിവിഷൻ. അപ്പോൾ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ കോടതിയിലേക്കോ ഹൈക്കോടതിയിലേക്കോ നേരിട്ട് റെഫർ ചെയ്യുന്ന ഒരു മാറ്റർ റെഫർ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. റിവ്യൂ എന്ന് പറഞ്ഞാൽ സെയിം കോടതികൾ തന്നെ പരിശോധിക്കുന്ന സിറ്റുവേഷൻ ആണ്. റിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ, 2-3 ഗ്രൗണ്ട് പ്രത്യേക സാഹചര്യങ്ങളിൽ ആ പ്രൊസീഡിങ്ങിനെ ഉയർന്ന കോടതികൾ, ജില്ലാ കോടതിയിലും
ഹൈക്കോടതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് പിന്നെ ട്രാൻസ്ഫർ ഓഫ് കേസസ് എന്നൊക്കെ പറഞ്ഞ സിറ്റുവേഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഡീൽ ചെയ്യുന്നതാണ് ഫോർത്ത് മൊഡ്യൂൾ. അതും കൂടെ ഈ സിലബസിന് ഭാഗമാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇസ് suit in particular cases like suit against or by the government, by or against minor, by or against indigent person, etc. Second one is about interim orders. Third one is about execution. Fourth one is about appeal, including reference, review, and revision. And part 5, unit 5 is on law of limitation. അത് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ CPCയുടെ കൂടെ വരുന്നതല്ല. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പിന്നെ ലിമിറ്റേഷൻ ആക്ട് 1963 ഉണ്ട്. അതിൽ ഷെഡ്യൂൾ 1 ലിമിറ്റേഷന് പ്രധാനപ്പെട്ട റൂൾസ് ഒക്കെ പറയുന്നുണ്ട്. സെക്ഷൻ 5 അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. ഒരു സൂട്ട് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ചില ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ആ ലിമിറ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു സൂട്ട് ഇത്രയും വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, മണി സൂട്ട് ആണെങ്കിൽ 3 വർഷത്തിനുള്ളിൽ അത് ഫയൽ ചെയ്തിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന് ചില ഭാഗങ്ങളൊക്കെ ചില സമയങ്ങളൊക്കെ മാറ്റി നിർത്താൻ ചില പ്രത്യേക സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ലിമിറ്റേഷൻ പീരീഡിനെ റൺ ചെയ്യില്ല എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. അത് ടൈം കൺട്രോൾ ചെയ്യാനുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ട്. സഫിഷ്യന്റ് റീസൺസ് കാണിക്കണം എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയുന്ന പിന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടിലാണ് ലോ ഓഫ് ലിമിറ്റേഷൻ. ലോ ഓഫ് ലിമിറ്റേഷൻ അതിന്റെ റൂൾസ് ഒക്കെ പറയുന്നുണ്ട് സെക്ഷൻസിൽ. പ്രിസ്ക്രിപ്ഷനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അതിനകത്ത് ഷെഡ്യൂൾ 1 ഓരോ തരം സൂട്ടുകളുടെയും ഓരോ തരം ആപ്ലിക്കേഷന്റെയും ഓരോ തരം അപ്പീലുകളും മറ്റും ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സമയപരിധി പറയുന്നു. അപ്പോൾ ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താന്ന് പറഞ്ഞാൽ, ലോ കംസ് ഫോർ ദ റെസ്ക്യൂ ഓഫ് ദോസ് ഹു ആർ വിജിലന്റ് ആൻഡ് നോട്ട് ദോസ് ഹു നോ സ്ലീപ്പ് ഓവർ ദി റൈറ്റ്സ്. അപ്പൊ വിജിലന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ദൈവത്തിന്റെ പിന്നെ സപ്പോർട്ട് കിട്ടുന്നത്. ഇപ്പൊ ഒരു 3 വർഷം കാലാവധി, അല്ലെങ്കിൽ അപ്പീൽ ഫയൽ ചെയ്യാൻ 30 days കാലാവധി, അല്ലെങ്കിൽ 90 ദിവസം കാലാവധി എന്ന് പറയുന്ന കാലാവധിക്കുള്ളിൽ ആക്ട് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് പിന്നെ സൂട്ട് പിന്നെ ഈ പ്രൊസീഡിങ്സിന്റെ അല്ലെങ്കിൽ ലോയുടെ അസിസ്റ്റൻസ് കിട്ടില്ല എന്നുള്ള ബേസിക് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ലിമിറ്റേഷൻ ആക്ട് നിലനിൽക്കുന്നത്. ലിമിറ്റേഷൻ ആക്ടിന്റെ പ്രൊവിഷൻസും അതിന്റെ ഷെഡ്യൂൾ 1 ആർട്ടിക്കിൾസ് നമ്മൾ എല്ലാ സ്ഥലത്തും അധികം കാണില്ല. കോൺസ്റ്റിറ്റ്യൂഷനകത്തും ഇന്റർനാഷണൽ ഡോക്യുമെന്റ്സിനകത്തും മാത്രമേ കാണുള്ളൂ. അവിടെയും വരുന്നതാണ് ഈ പറയുന്ന ലിമിറ്റേഷൻ ആക്ട്. ആ ലിമിറ്റേഷൻ ആക്ട് ആണ് യൂണിറ്റ് 5 ആയിട്ട് വരുന്നത്. അങ്ങനെ 5 യൂണിറ്റ് ആണ് സത്യം പറയുകയാണെങ്കിൽ ഈ പിന്നെ CPC 2 എന്ന് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഈ 5 യൂണിറ്റ് ആണ് നമ്മൾ നമ്മുടെ ഡിസ്കഷന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വിൽ സ്റ്റാർട്ട് വിത്ത് യൂണിറ്റ് 1. ഓബിയസ്ലി വിൽ സ്റ്റാർട്ട് വിത്ത് യൂണിറ്റ് 1. യൂണിറ്റ് 1 നമ്മൾ സാധാരണ സൂട്ടിന്റെ റിക്വയർമെന്റ്സ് നമുക്കറിയാം. സൂട്ടിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഓർഡർ 7 പറയുന്നു, സൂട്ട് ഷുഡ് ഹാവ് എ കോസ്റ്റ് ടൈറ്റിൽ, സൂട്ട് ഷുഡ് ഹാവ് details about the parties, it should be numbered properly, there should be cause of action brought out, there should be address and other details of a plaintiff and defendant, then there should be evaluation, there should be verification, there should be all those are there. അങ്ങനെയുള്ള റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ട്. ആ റിക്വയർമെന്റ്സ് കൂടാതെ ചില ഷെഡ്യൂൾ ആവശ്യമാണെങ്കിൽ അതും വരും. അതിനനുസരിച്ച് കോഡ് ഫീ പേ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങൾ we know about it. And now there are certain situations where suits will have to comply with extra requirements കംപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. ആ റിക്വയർമെന്റ്സിനെ കുറിച്ച് പറയുന്നതാണ് മൊഡ്യൂൾ 1. അതിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് സെക്ഷൻ 80 നോട്ടീസ് പറയുന്ന റിക്വയർമെന്റ് ആണ്. സെക്ഷൻ 80 നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CPCയിലെ സെക്ഷൻ 80 പറയുന്നു, ഒരു ഗവൺമെന്റ് അതോറിറ്റിക്കെതിരെ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഓഫീസർക്കെതിരെ, എ പബ്ലിക് ഓഫീസർ വാസ് ഡൺ സംതിങ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ഹിസ് പബ്ലിക് ഡ്യൂട്ടി. ആ പബ്ലിക് ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം ചെയ്തതിനെതിരെ നമ്മൾ സൂട്ട് ഫയൽ ചെയ്യണം. ഐ ആം ഫയലിംഗ് എ സൂട്ട് അഗൈൻസ്റ്റ് എ ഗവൺമെന്റ് അതോറിറ്റി ഓർ എ പബ്ലിക് ഓഫീസർ ഡിസ്ചാർജിങ് ഗവൺമെന്റ് ഡ്യൂട്ടി. അത് ഫയൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ പിന്നെ അങ്ങനെ ഫയൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഉള്ളത്. സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ദർ ഇസ് നോ കമ്പൽസറി റിക്വയർമെന്റ് ഓഫ് സെൻഡിങ് എ നോട്ടീസ്. നോട്ടീസ് അയക്കണം എന്ന് നിർബന്ധം ഇല്ല. നോട്ടീസ് അയക്കണമെങ്കിൽ അയക്കുന്നതാണ് പലപ്പോഴും കൺവീനിയന്റ് ആയിരിക്കുക. നോട്ടീസ് അയക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ദർ ഇസ് നോ ലീഗൽ റിക്വയർമെന്റ് അണ്ടർ CPC ടു സെൻഡ് എ നോട്ടീസ് ബിഫോർ ഫയലിംഗ് എ സൂട്ട് അണ്ടർ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ ഓർ എനി അതർ മോസ്റ്റ് ഓഫ് ദി ലോസിൽ അങ്ങനെയില്ല. പക്ഷേ there is a special situation contemplated under section 80 of Code of Civil Procedure 1908. അത് സെക്ഷൻ 80 നോട്ടീസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ പറയുന്ന പറഞ്ഞാൽ ഡിഫൻഡന്റ് ആയിട്ട് വരുന്നത് ഒരു ഗവൺമെന്റ് അതോറിറ്റി, സെൻട്രൽ ഗവൺമെന്റ് ആകാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആകാം, അല്ലെങ്കിൽ പബ്ലിക് ഓഫീസർ ആകാം.
അവിടുത്തെ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു പബ്ലിക് ഓഫീസറാണ്. ഇവരെ ഡിഫൻഡന്റ് ആക്കി കൊണ്ട് ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ ഒരു പ്രൈവറ്റ് പേഴ്സൺ എന്ന നിലയിൽ നമ്മൾ സൂട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ ആ സൂട്ട് ഫയൽ ചെയ്യുന്നതിന് മുൻപ് സെക്ഷൻ 80 പ്രകാരം കാര്യകാരണങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മുടെ ക്ലെയിം എന്താണോ ആ ക്ലെയിം വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് ഫയൽ ചെയ്തിരിക്കണം. ഇതിനെ നമ്മൾ പറയുന്നത് സെക്ഷൻ 80 ഓർ സെക്ഷൻ 80 നോട്ടീസ് റിക്വയർമെന്റ് എന്നാണ്. സെക്ഷൻ 80 പലപ്പോഴും കൂടുതലായിട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഷോർട്ട് ക്വസ്റ്റ്യൻ പലപ്പോഴും ഇടയ്ക്കൊക്കെ എസ് ആകാം, പക്ഷെ കൂടുതലും ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെയുള്ള ഒരു റിക്വയർമെന്റ് സ്പെഷ്യൽ റിക്വയർമെന്റ് വിച്ച് ഇസ് നോട്ട് ദെയർ ഇൻ ദ കേസ് ഓഫ് അതർ സൂട്ട്സ്, അതർ ഓർഡിനറി സൂട്ട്സിന്റെ കാര്യത്തിൽ ഇല്ലാത്ത. അപ്പോൾ സൂട്ട്സ് ഇൻ സ്പെഷ്യൽ കേസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ആൻഡ് പ്ലീസ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് എ മാൻഡേറ്ററി റിക്വയർമെന്റ്. ഇങ്ങനെ പിന്നെ ഈ പറയുന്ന ഗവൺമെന്റ് അതോറിറ്റീസിനെതിരെയും പബ്ലിക് ഓഫീസർക്കെതിരെയോ ഒരു സൂട്ട് ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലെയിംസും അതിന്റെ ഫുൾ റിക്വയർമെന്റ്സും കൊടുത്തുകൊണ്ട് ഒരു നോട്ടീസ് അയക്കുക എന്നുള്ളത് കമ്പൽസറി ആണ്. ഇറ്റ്സ് എ മാൻഡേറ്ററി റിക്വയർമെന്റ്. ആൻഡ് ഇഫ് ദർ ഈസ് നോ നോട്ടീസ് സെർവ്ഡ് ഓൺ ദി പബ്ലിക് അതോറിറ്റി or the government authority before filing a suit against such authority, that suit cannot be filed. That suit will be rejected, dismissed. Okay. ഇനി അത് വെറുതെ ഒരു നോട്ടീസ് അയച്ച് പിറ്റേ ദിവസം തന്നെ ഫയൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ചോദ്യം വരുന്നത്. ഇവിടെ പറയുന്നത് 2 months നോട്ടീസ് എന്നാണ് പറയുന്നത്. 2 months നോട്ടീസ്. അപ്പൊ 2 months നോട്ടീസ് 2 മാസം മുൻപ് ഗവൺമെന്റ് അതോറിറ്റിയെ അറിയിച്ച് അവർക്ക് ഒരു അവസരം കൊടുത്തതിന് ശേഷം മാത്രമേ ഗവൺമെന്റ് അതോറിറ്റിക്കെതിരെ സൂട്ട് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പാടുള്ളൂ എന്നാണ് സെക്ഷൻ 80 പറയുന്നത്. എന്താണ് ഇതിന്റെ റിക്വയർമെന്റ്? വാട്ട് ഇസ് ദ ഒബ്ജക്ട് ഓഫ് സച്ച് എ സെക്ഷൻ? ആ സെക്ഷന്റെ ഒബ്ജക്ട് ഇതാണ്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് മാറ്റർ ഓഫ് പബ്ലിക് പോളിസി. ഗവൺമെന്റിനെതിരെ കുറേയധികം സൂട്ടുകൾ ഫയൽ ചെയ്യപ്പെടുകയും അതിന്റെ പേരിൽ ഗവൺമെന്റിന്റെയും പിന്നെ കുറെ പ്രൈവറ്റ് പാർട്ടീസിന്റെയും സമയം നഷ്ടപ്പെടുകയും അങ്ങനെ അൺനെസസറി ആയിട്ടുള്ള ലിറ്റിഗേഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് സെക്ഷൻ 80 നോട്ടീസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. സോ ദാറ്റ് ഞാൻ ഗവൺമെന്റിനെതിരെ ഒരു സൂട്ട് ഫയൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഐ ഫീൽ ദാറ്റ് ഐ എം എൻ അഗ്രി പേഴ്സൺ, ഐ ഷുഡ് ബി സെൻഡിങ് എ നോട്ടീസ്. ഗവൺമെന്റ് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ മാറ്റർ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സമയമുണ്ട്. ആ മാറ്റർ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സമയം മാത്രമല്ല 2 months ടൈം ദേ ഗെറ്റ്. ഗവൺമെന്റിന് ആ ഒരു 2 months ടൈം കിട്ടുന്നു. എന്നിട്ട് അത് പെട്ടെന്ന് സെറ്റിൽ ചെയ്യേണ്ട കാര്യം ആണെങ്കിൽ അത് പെട്ടെന്ന് സെറ്റിൽ ചെയ്യുകയും അങ്ങനെ അൺനെസസറി ലിറ്റിഗേഷൻ അവോയ്ഡ് ചെയ്യാം എന്നുള്ള ഒരു പബ്ലിക് പോളിസിയെ ബേസ് ചെയ്തിട്ടാണ് സത്യം പറയുന്നത് സെക്ഷൻ 80 നോട്ടീസ് എന്ന് പറയുന്ന അഡീഷണൽ റിക്വയർമെന്റ് ഗവൺമെന്റ് സൂട്ടിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. സോ സെൻഡിങ് എ നോട്ടീസ് ഇൻ റൈറ്റിംഗ് is a compulsory requirement under section 80 of Code of Civil Procedure. എന്നിട്ട് പിന്നെ പക്ഷെ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു അർജൻസി ഉള്ള പ്രത്യേക സാഹചര്യം അല്ലെങ്കിൽ അതിന്റെ മാറ്ററിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ മാറ്ററിന്റെ പെക്യൂലിയാരിറ്റി ഉള്ള സാഹചര്യം, 2 സാഹചര്യങ്ങളാണ്. ഒന്ന് അർജൻസി അല്ലെങ്കിൽ മാറ്ററിന്റെ പെക്യൂലിയാരിറ്റി ഉള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ കോടതിയിലേക്ക് എ പേഴ്സൺ ക്യാൻ മേക്ക് എൻ ആപ്ലിക്കേഷൻ ടു ദ കോർട്ട് ആസ്കിംഗ് ഫോർ ലീവ് ഓഫ് ദി കോർട്ട്. കോടതിയുടെ പെർമിഷന് വേണ്ടി. എന്തിനാണ് പെർമിഷൻ ചോദിക്കുന്നത്? To file a suit against the government or the public officer without sending a notice. ചില പ്രത്യേക അർജൻസി ഉള്ള സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സബ്ജക്ട് മാറ്റർ ഉണ്ടെങ്കിൽ സിറ്റുവേഷൻസ് ആർ സച്ച് ദാറ്റ് ഗിവിംഗ് നോട്ടീസ് മേ നോട്ട് ബി പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ വിത്ത് ദ ലീവ് ഓഫ് ദി കോർട്ട് പേഴ്സൺ ക്യാൻ ഫയൽ എ സൂട്ട് വിതൗട്ട് നോട്ടീസ് അണ്ടർ സെക്ഷൻ 80. അതിന് കോടതിയുടെ പെർമിഷൻ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 2 പാർട്ടിക്കും, ഗവൺമെന്റിനും ഈ പാർട്ടിക്കും നോട്ടീസ് കൊടുക്കുകയും ആ 2 പാർട്ടിയെയും കോടതി കേൾക്കുകയും ചെയ്തതിനു ശേഷം കോടതിയുടെ വിവേചനാധികാരം, ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം അത് അനുവദനീയമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് കോടതി അതിനുള്ള ഒരു പിന്നെ അതിനുള്ള ഒരു പെർമിഷൻ കൊടുക്കുകയുള്ളൂ. അത് കൊടുക്കുക മാത്രമല്ല, ഈ കാര്യത്തിൽ പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ, അതായത് കോടതിയുടെ പിന്നെ സെക്ഷൻ 80 നോട്ടീസ് ഇല്ലാതെ സൂട്ട് ഫയൽ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ദാറ്റ് ഷുഡ് ബി റീസൺഡ് ഓർഡർ. റീസൺഡ് എന്ന് പറഞ്ഞാൽ റീസൺസ് കൊടുത്തുകൊണ്ടുള്ള, 2 ഭാഗത്തെയും കേട്ടുകൊണ്ടുള്ള, 2 ഭാഗം അവസരം കൊടുത്തുകൊണ്ടുള്ള ഒരു ഓർഡർ ആയിരിക്കണമെന്ന് നിർബന്ധമായിട്ടും സെക്ഷൻ 80 പറയുന്നുണ്ട്. സോ ദീസ് ആർ ദ റിക്വയർമെന്റ്സ് ഓഫ് ദ സെക്ഷൻ 80. It can and please also note it can be waived. Section 80 നോട്ടീസ് വേണമെങ്കിൽ വേവ് ചെയ്യാം. ആർക്കും വേവ് ചെയ്യാം? പ്ലെയിന്റിഫ് ആയിട്ട് വരാൻ പോകുന്ന, ഇപ്പൊ ഞാനാണ് സൂട്ട് ഫയൽ ചെയ്യാൻ പോകുന്നെങ്കിൽ എനിക്ക് വേവ് ചെയ്യാൻ പറ്റില്ല.
ഇഫ് ദ പബ്ലിക് അതോറിറ്റി ഫീൽസ് ദാറ്റ് അത് ആവശ്യമില്ല എന്ന് കോടതി പിന്നെ ആ പറയുന്ന പ്രോസ്പെക്റ്റീവ് ഡിഫൻഡന്റിന് തോന്നുകയാണെങ്കിൽ പ്രോസ്പെക്റ്റീവ് ഡിഫൻഡന്റ് ക്യാൻ വേവ് സേ നോ നീഡ് നോട്ട് ബി സെന്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാം, പിന്നെ അത് വേണമെങ്കിൽ വേണ്ട എന്ന് വെക്കാം. അത് സാധാരണ രീതിയിൽ ഗവൺമെന്റ് അതോറിറ്റീസ് അങ്ങനെ വെക്കുന്ന ഒരു സാഹചര്യം കുറവാണ്. പക്ഷെ അങ്ങനെ വെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് ഇൻ കേസ് ദ പാർട്ടി ഹു ഗെറ്റ്സ് എ ബെനിഫിറ്റ്. ഇപ്പൊ പബ്ലിക് അതോറിറ്റിക്കാണ് അതിന് ബെനിഫിറ്റ് കിട്ടുന്നത്, പബ്ലിക് അതോറിറ്റി വേവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ക്യാൻ ബി വേവ്ഡ്. ആൻഡ് പ്ലീസ് ടു അണ്ടർസ്റ്റാൻഡ്, പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു നോട്ടീസ് അയച്ചതിന് ശേഷം വീണ്ടും ആ നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു കോസ് ഓഫ് ആക്ഷൻ, ആ നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ടെന്നല്ല, ആ ഗവൺമെന്റിനെതിരെ തന്നെ ആ പാർട്ടിക്ക് തന്നെ ഒരു പുതിയ കോസ് ഓഫ് ആക്ഷൻ ഉണ്ടായി. കോസ് ഓഫ് ആക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇൻജങ്ഷൻ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഫയൽ ചെയ്യായിരുന്നു, ഇൻജങ്ഷന്റെ സിറ്റുവേഷൻ കഴിഞ്ഞ് ഇനി കോമ്പൻസേഷൻ കൂടി വേണം എന്നൊക്കെയുള്ള രീതിയിൽ മറ്റൊരു റിലീഫും കൂടി വരുന്നു, മറ്റൊരു കോസ് ഓഫ് ആക്ഷൻ ഉണ്ടായി എന്നൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ കോസ് ഓഫ് ആക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ കോസ് ഓഫ് ആക്ഷനും അറിയിച്ചുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലെയിമും അറിയിച്ചുകൊണ്ട് ഒരു ഫ്രഷ് നോട്ടീസ് അയക്കേണ്ടതാണ്. ഒരു മുൻപുള്ള നോട്ടീസിന്റെ പേരിൽ മാത്രം അന്നില്ലാത്ത ഒരു കോസ് ഓഫ് ആക്ഷന്റെ പേരിലും കൂടെ കേസ് കൊടുക്കാൻ പറ്റില്ല. ഇഫ് ദർ ഇസ് എ ന്യൂ കോസ് ഓഫ് ആക്ഷൻ അറൈസൻ in this respect, then there should be a fresh notice issued under section 80 and all of the requirements like writing 2 months notice, and then if notice is to be waived, then application to be made to the court and hearing of the parties, then recent order. ഇങ്ങനെയുള്ള റിക്വയർമെന്റ്സ് ഒക്കെ ഈ കാര്യത്തിലും അതുപോലെ തന്നെ വരും. സർ, അവിടെ ഒരു സംശയം വന്നു സർ. സെക്ഷൻ 80 പിന്നെ നോ സ്യൂട്ട് ഷാൽ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് എന്നല്ലേ പറഞ്ഞത്, സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഞാനിപ്പോ ഒരു സ്യൂട്ട് നോട്ടീസ് അയച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എനിക്ക് ഒരു അമെൻമെന്റ് ഓഫ് ലീഡ് വേണം വിചാരിക്കുക, ഞാൻ അതിനും നോട്ടീസ് അയക്കണോ? ഒരു സത്യം പറയുകയാണെങ്കിൽ അമെൻമെന്റ് എടുത്തു കഴിയുമ്പോൾ അമെൻമെന്റ് വിചാരിക്കപ്പെടുന്നത് നമ്മുടെ കഴിഞ്ഞ സെമസ്റ്റർ ഡിസ്കസ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ടു ബി സ്റ്റാർട്ടഡ് ഫ്രം ദ വെരി ഡേറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സൂട്ട്. ആ സൂട്ടിന് തന്നെ ഭാഗമായിട്ട് കരുതും. അപ്പൊ സൂട്ടിന്റെ ഭാഗമായിട്ട് കരുതുമ്പോൾ ഇന്റർലോക്യൂട്ടറി ഓർഡർ വേണമെങ്കിൽ സെപ്പറേറ്റ് നോട്ടീസ് എടുക്കണമെന്നല്ലേ പറയുന്നത്? Amendment will be considered to be part of the suit, and it will be considered to have begun from the very date of institution of suit. അപ്പോൾ അമെൻമെന്റിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ the parties before the court, കോടതിയുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് പിന്നെ ആ കാര്യം കൂടി പിന്നെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ കോടതി അത് അനുവദിക്കാതിരിക്കുള്ളൂ തീരുമാനിക്കും. നോട്ടീസ് വേണ്ടി വരും, അമെൻഡ് ചെയ്യാനും നോട്ടീസ് കൊടുക്കേണ്ടി വരും. അമെൻഡ് ചെയ്യാനുള്ള നോട്ടീസ് കൊടുക്കണം, എന്തായാലും ടു മേക്ക് ആൻ ആപ്ലിക്കേഷൻ. അതിനും 2 മാസം താമസം പിടിക്കും ഒരു അമെൻഡ് ചെയ്യാൻ പോലും. അമെൻഡ് ചെയ്യാൻ ഈ ഒരു കേസിൽ ഓഫ് കോഴ്സ് ഇഫ് ഇറ്റ് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ച് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ പാർട്ടിയുടെ പേര്, അത് ഡിപ്പെൻസ് ഓൺ അമെൻമെന്റ് ഓൾസോ. ഇപ്പോൾ കോസ് ഓഫ് ആക്ഷൻ പുതിയൊരു കോസ് ഓഫ് ആക്ഷൻ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു അമെൻമെന്റ് ആണെങ്കിൽ അമെൻമെന്റ് അത് ഓരോരോ അമെൻമെന്റിനനുസരിച്ച് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. കാരണം പിന്നെ ഇതിൽ ഇന്റർലോക്യൂട്ടറി ആപ്ലിക്കേഷൻസിന്റെ കാര്യം പറയുന്നില്ല. സെക്ഷൻ 80 പറഞ്ഞിരിക്കുന്നത് നോ സ്യൂട്ട് ഷാൽ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ രീതിയിൽ തന്നെ ആൻസർ ചെയ്തത്. എന്ന് വെച്ചാൽ ഒരു അമെൻമെന്റ് വരുമ്പോൾ ദാറ്റ് വിൽ ബി കൺസിഡേർഡ് ടു ബി പാർട്ട് ഓഫ് ദ സൂട്ട് ഫ്രം ദ ഡേറ്റ് ഓഫ് വെരി ഫയലിംഗ്. അപ്പോൾ ഇറ്റ് ഗോസ് ബാക്ക് ടു ദി ഡേറ്റ് ഓഫ് ദ സൂട്ട്. അപ്പോൾ സൂട്ടിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, ഇപ്പൊ ഇത് മൈനർ ആയിട്ടുള്ള മാറ്ററാണ്. ഇപ്പൊ ഒരു ഏജിൽ ഒരു വ്യത്യാസം വന്നു പോയി, അല്ലെങ്കിൽ പാർട്ടിയുടെ പേരിൽ ഒരു വ്യത്യാസം വന്നു പോയി, ഇനിഷ്യൽ ഒരു വ്യത്യാസം വന്നു പോയി, അങ്ങനെയുള്ള മാറ്റേഴ്സ് ആണെങ്കിൽ അത് ആവശ്യമായിട്ടുള്ള വരില്ല. പക്ഷെ പുതിയൊരു കോസ് ഓഫ് ആക്ഷൻ കാണിക്കുന്ന രീതിയിലുള്ള പുതിയൊരു സബ്സ്റ്റാൻറ്റീവ് പോയിന്റ് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു അമെൻമെന്റ് ആണെങ്കിൽ ദാറ്റ് മൈറ്റ് ബി റിക്വയർഡ്. ദാറ്റ് വിൽ ഡിപെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ദി അമെൻമെന്റ് ഓൾസോ. പിന്നെ നമുക്ക് ടൈം കുറച്ച് കുറവായിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. ഓക്കെ, താങ്ക് യു ഫോർ റൈസിംഗ് ദി ക്വസ്റ്റ്യൻ. ഓക്കെ, സോറി സർ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിഫറെന്റ് കോസ് ഓഫ് ആക്ഷന് ഡിഫറെന്റ് നോട്ടീസ് അയക്കണം എന്നാണോ ഇത് പറയുക? സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ അതാണ് അങ്ങനെ തന്നെയാണ്. തുടക്കത്തിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നമ്മളൊരു കേസ് ഫയൽ ചെയ്യുന്നു, ആ ഫയൽ ചെയ്യുമ്പോൾ സാധാരണ ഇതിൽ ഞാനൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞു, ഇൻജങ്ഷൻ പറഞ്ഞു, മറ്റൊരു പുതിയ റെമഡി ചോദിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ സിറ്റുവേഷൻസ് ഉണ്ടാവുന്നു ആ കേസുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ കേസുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലുള്ള ഒരു പുതിയ കോസ് ഓഫ് ആക്ഷൻ, അല്ലെങ്കിൽ കേസിൽ തന്നെ ഉണ്ടാകുന്ന പുതിയൊരു കോസ് ഓഫ് ആക്ഷൻ. കോസ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു കേസിന് ആസ്പദമായ ഒരു സംഭവം, മേജർ ആയിട്ടുള്ള ഒരു സംഭവം, എന്തെങ്കിലും ഒരു കാര്യം വയലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു ടോർട്ട് കമ്മിറ്റ് ചെയ്യുക, പിന്നെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമല്ലോ. അങ്ങനെ സിറ്റുവേഷൻസ് വരുമ്പോൾ അതുവരെ ആ നോട്ടീസ്, മുന്നേയുള്ള ഒരു നോട്ടീസിൽ പറയാത്ത
ഒരു പുതിയ കോഴ്സ് ഓഫ് ആക്ഷൻ, പുതിയൊരു ടോട്ട് കമ്മിറ്റ് ചെയ്യപ്പെട്ടു, അഡീഷണൽ ടോട്ട് ഹാസ് ബീൻ കമ്മിറ്റഡ്, ന്യൂ ബ്രീച്ച് ഹാസ് ബീൻ കമ്മിറ്റഡ്, ബ്രീച്ച് തന്നെ ഒരു ന്യൂ കൈൻഡ് ഓഫ് ബ്രീച്ച് ഹാസ് ബീൻ കമ്മിറ്റഡ് എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ, ആ ഒരു പുതിയ കോഴ്സ് ഓഫ് ആക്ഷൻ വരുമ്പോൾ അത് പരിഗണിക്കാൻ വേണ്ടി, ഇതിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് അതാണ്, അത് പരിഗണിക്കാൻ വേണ്ടി ഗവൺമെന്റിന് ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കൊടുത്തിരിക്കണം. ആ ഓപ്പർച്യൂണിറ്റിക്ക് ശേഷം ഗവൺമെന്റ് സെറ്റിൽ ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ അത് സൂട്ടുമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമുള്ളൂ. ഗവൺമെന്റിന് പ്രത്യേകിച്ചും കൂടുതലായിട്ട് ലിറ്റിഗേഷൻസിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ഒരു കാരണമായിട്ടാണ് നമുക്ക് സെക്ഷൻ 18 നോട്ടീസ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യത്തിന്റെ സിമ്പിൾ ആൻസർ പറയുകയാണെങ്കിൽ, ഓരോ പുതിയ കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ പുതിയ നോട്ടീസ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒന്നിച്ച് കുറെ കോഴ്സ് ഓഫ് ആക്ഷൻസ് ഒന്നിച്ച് ഒരു നോട്ടീസിൽ പെടുത്തിയാലും മതി. താങ്ക് യു സർ. നമ്മൾ പരീക്ഷയ്ക്ക് ചിലപ്പം വേർക്കുന്നത് ഇപ്പൊ സിമ്പിൾ ആയിട്ട് സെക്ഷൻ 18 ഫാക്ട്സ് നമ്മൾ പഠിച്ചു. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പിന്നെ അതിനൊരു ക്രിട്ടിക്കൽ വ്യൂവിലാണ് ചോദിക്കുന്നത്. സാധാരണ ഒരു ജനറൽ സ്യൂട്ടിനാണെങ്കിൽ നോട്ടീസിന്റെ ആവശ്യമില്ല. ഗവൺമെന്റിനെതിരായിട്ട് സ്യൂട്ട് പോകുമ്പോൾ എന്താണ് ഒരു അങ്ങനെ നമ്മൾ വാട്ട്സ് എ വെരി പർപ്പസ് ഓഫ് ഫയലിംഗ് അഡീഷണൽ റിക്വയർമെന്റ് ഓഫ് സെക്ഷൻ 18 നോട്ടീസ് അങ്ങനെ ക്രിട്ടിക്കലി വാല്യൂറ്റ് ചെയ്ത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി അങ്ങനെയൊക്കെ പോകും. പിന്നെ അങ്ങനെ അത്രയധികം ഇതായിട്ട് സാധാരണ വരാറില്ല. ചോദിക്കില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അത് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അതും സിലബസിന്റെ ഭാഗമായിട്ട് തന്നെ പറയാം. പക്ഷെ സാധാരണ രീതിയിൽ നമ്മൾ അങ്ങനെ അത്രയും ഇതായിട്ട് ചോദിക്കാറില്ല. സാധാരണ സെക്ഷൻ 80 റിക്വയർമെന്റ്സ് ഒക്കെയാണ് നമ്മൾ ചോദിച്ചു കണ്ടിട്ടില്ല. ഞാനങ്ങനെ അതിന്റെ അധികം ഇതിലേക്ക് പോയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഒരു വളരെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് മാറ്റേഴ്സ്, ഒരു മുനിസിപ്പൽ മജിസ്ട്രേറ്റ് എക്സാമിലൊക്കെ ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പക്ഷെ മറ്റേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള കോഴ്സിന്, അക്കാഡമിക് പ്രൊഫഷണൽ കോഴ്സിന് അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ വരില്ല. ഒബ്ജക്ട് തറവായിട്ട് പഠിച്ചു. എന്താണ് റിക്വയർമെന്റ് പിന്നെ അൺവാണ്ടഡ് ആൻഡ് അൺനെസസറി ലിറ്റിഗേഷൻസ് ഒഴിവാകുന്നു. പിന്നെ കോടതിയുടെ സമയം ചെലവഴിക്കാതെ ലിറ്റിഗേഷൻസ് പരിഹരിക്കപ്പെടുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പരിഗണിക്കാനുള്ള ഒരു സിറ്റുവേഷൻ, പരിഗണിക്കാനുള്ള ഒരു അവസരം ഗവൺമെന്റ് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ലോ കമ്മീഷൻ 44th ലോ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് വെച്ചാൽ അങ്ങനെ പരിഹരിക്കുന്നില്ല. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ വിൽ കോൺസെൻട്രേറ്റ് ഓൺലി ഓൺ വാട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത് സാറേ. കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഈ ഡിസ്കഷൻ ഡിലേ ആയി പോകും. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിലൊക്കെ നമ്മൾ പോകുന്നില്ല. ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് മേ റീഡ് ഇറ്റ്, ഓർ നമ്മൾ ഡീറ്റെയിൽ ക്ലാസ്സിലേക്ക് നമുക്ക് ആ ഡിസ്കഷനിലേക്ക് പോകാം. ഒരു പോയിന്റ് കൂടി ഈ ഒരു ഇതിൽ പറഞ്ഞ് നമ്മൾ ഈ ഒരു പോയിന്റ് തീർക്കാണ്. ഇപ്പൊ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ കാര്യത്തിലൊക്കെയാണ്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഭാരത സർക്കാർ സ്ഥാപനം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നിയമപ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത പുതിയ നിയമം, LIC പോലെയുള്ള ഒരു സെപ്പറേറ്റ് നിയമപ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു അതോറിറ്റിയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ കാര്യത്തിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ കാര്യത്തിൽ ഓട്ടോമാറ്റിക്കലി ഇത് അപ്ലിക്കബിൾ ആയിട്ട് വരില്ല. എന്ത് അപ്ലിക്കബിൾ ആയിട്ട് വരില്ല? നോട്ടീസ് റിക്വയർമെന്റ് അപ്ലിക്കബിൾ ആയിട്ട് വരില്ല. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഉണ്ടാക്കിയിരിക്കുന്ന ആ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഒരു നോട്ടീസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മാത്രമേ, ഇത് ചിലപ്പോൾ പ്രോബ്ലം ആയിട്ട് ചോദിക്കാം, ഒരു റിക്വയർമെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ ഒരു നോട്ടീസ് റിക്വയർമെന്റ് വരുള്ളൂ. അല്ലാതെ ഓട്ടോമാറ്റിക്കലി സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ കാര്യത്തിൽ സെക്ഷൻ 18 നോട്ടീസ് ആവശ്യമില്ല. പ്ലീസ് നോട്ട് ദാറ്റ്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ ആ സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിരുന്നാൽ മാത്രമേ ഈ സെക്ഷൻ 80 അല്ലെങ്കിൽ അതുപോലെയുള്ള നോട്ടീസ് ആവശ്യമായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ സെക്ഷൻ 80 നോട്ടീസ് പ്യോർലി ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് അതോറിറ്റീസിനും അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പബ്ലിക് ഓഫീസേഴ്സിനും മാത്രം ആവശ്യമായിട്ട് വരുന്നു. സോ നമ്മള് ഡിസ്കഷൻ ഇപ്പൊ പറഞ്ഞ ആ പോയിന്റിന് കേസിലോ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? കേസ് ലോസ് ഉണ്ടല്ലോ, അത് എനിക്കൊന്ന് നോക്കേണ്ടി വരും. സ്റ്റാറ്റ്യൂട്ടിൽ പറയാത്ത കാര്യം കൊണ്ട് സബ്സ്റ്റാറ്റ്യൂട്ട് ചെയ്യാൻ കേസിലോ കിട്ടിയാൽ നന്നായിരുന്നു. അത് ഞാൻ ആരെങ്കിലും ഒന്ന് അറിയിച്ചാൽ മതി. അത് എനിക്ക് ഓട്ടോമാറ്റിക്. ഇനി വരുന്നത് നമുക്ക് കൺസെന്റ് സൂട്ടിന്റെ സ്പെഷ്യൽ നേച്ചറുള്ള സ്പെഷ്യൽ റിക്വയർമെന്റ് ഉള്ള സൂട്ടിനെ കുറിച്ചാണ് നമ്മളിപ്പം പറഞ്ഞു വരുന്നത്. ഒരെണ്ണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മറ്റൊന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പബ്ലിക് നോയിസൻസുമായിട്ട് ബന്ധപ്പെട്ട കൺസെന്റ് ബിഫോർ ദ സൂട്ട് സെക്ഷൻ 91 വരുന്നതാണ്. അത് CPCയുടെ സെക്ഷൻ 91 വരുന്നു. പബ്ലിക് നോയിസൻസ് ഒരു സൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പബ്ലിക് നോയിസൻസ് എന്താണെന്നുള്ള ഡിസ്കഷനിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. പബ്ലിക് നോയിസൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂട്ടാണെങ്കിൽ അത് ഫയൽ ചെയ്യുന്ന സമയത്ത് അഡ്വക്കേറ്റ് ജനറൽ വഴി ഫയൽ ചെയ്യണം. അല്ലെങ്കിൽ 2 or more persons after obtaining the leave of the court. പബ്ലിക് നോയിസൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം അത് ഒരു ആളെ മാത്രം എഫക്ട് ചെയ്യുന്നതല്ല. It affects more than one person or a group of persons in a particular area
യു ഹാവ് ഗോട്ട് വെരി മെനി എക്സാമ്പിൾസ്. CRPC സെക്ഷൻ 133 ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മളത് നോക്കിയിട്ടുണ്ടാവും. പിന്നെ IPC പബ്ലിക് ന്യൂസൻസിന്റെ നമ്മൾ ചില ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് പബ്ലിക് ന്യൂസൻസ് എന്ന് പറഞ്ഞാൽ എ കൈൻഡ് ഓഫ് violation which happens to a group of people that can be understood as public nuisance. അങ്ങനെ പബ്ലിക് ന്യൂസൻസുമായിട്ട് സെക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട സൂട്ട് ഫയൽ ചെയ്യുന്ന കാര്യം CPC പറയുന്ന സെക്ഷൻ 91 സെക്ഷൻ 91 പറയുന്നു രണ്ട് രീതിയിൽ പബ്ലിക് ന്യൂസൻസുമായിട്ട് ബന്ധപ്പെട്ട സൂട്ട് ഫയൽ ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഇസ് അഫക്റ്റിംഗ് എ ലാർജ് നമ്പർ ഓഫ് ഓർ മോർ ദൻ വൺ പേഴ്സൺ or the large number of persons. So that can be done through Advocate General, or it can be done by two or more persons after obtaining the leave of the court. അങ്ങനെ കോടതിയിലെ ലീവ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് യു വിൽ ഹാവ് ടു മേക്ക് an application, separate application to the court, and of course necessary matters will have to be apprised to the court, and court will consider the matter, and on being convinced, court may or court may not. It is at the discretionary power of the court. At the discretionary power of the court, the court may or may not grant leave, and leave is granted to take up the matter as public nuisance to a group of people, one person or a group of people, and then it can be a suit for public nuisance can be filed. And please note all other requirements. ഈ രണ്ട് കേസിൽ ഇപ്പോൾ സെക്ഷൻ 18 നോട്ടീസ് ഉണ്ടാകുന്ന സമയത്താണെങ്കിലും സെക്ഷൻ 91 പബ്ലിക് ന്യൂസൻസിന്റെ കേസിലാണെങ്കിൽ പോലും പ്ലീസ് നോട്ട് ഓൾ അതർ റിക്വയർമെന്റ്സ്. ഓൾ അതർ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിന്റ് ഫയൽ ചെയ്യുമ്പോഴുള്ള റിക്വയർമെന്റ്സ് പാർട്ടീസിന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ പാർട്ടീസിന്റെ കാര്യത്തിലാണെങ്കിലും കോർട്ട് ഫീ പേ ചെയ്യേണ്ട കാര്യത്തിലാണെങ്കിലും വാല്യുവേഷൻ കാണിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഷെഡ്യൂൾഡ് ഉൾപ്പെടുത്തുന്ന കാര്യത്തിലാണെങ്കിലും കോസ്റ്റ് ഓഫ് ആക്ഷൻ കാണിക്കേണ്ട കാര്യത്തിലാണെങ്കിലും അങ്ങനെയുള്ള മറ്റുള്ള എല്ലാ റിക്വയർമെന്റ്സും ദാറ്റ് വിൽ ഹാവ് ടു ബി കംപ്ലൈഡ് വിത്ത്. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് this also will have to be complied with. അതാണ് പറയുന്നത്. ആൻഡ് സെക്ഷൻ 82 ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ ഡിസ്കഷൻ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു പോയിന്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അതിനകത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ സെക്ഷൻ 80 നോട്ടീസ് ഫയൽ ചെയ്ത് സെക്ഷൻ 80 നോട്ടീസ് സെൻഡ് ചെയ്തു, 2 മാസം കഴിഞ്ഞു, എന്നിട്ടും കാര്യങ്ങൾ തർക്കം പരിഹാരമായില്ലെങ്കിൽ ഒരു സൂട്ട് ഫയൽ ചെയ്യുമ്പോൾ മറ്റുള്ള കാര്യങ്ങളുടെ കൂടെ സെക്ഷൻ 80 നോട്ടീസിന്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഗവൺമെന്റ് സൂട്ട് ആണെങ്കിൽ ആ സൂട്ടിനകത്ത് പറഞ്ഞിരിക്കണം ഇന്ന ദിവസം ഇന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നൊരു സൂട്ടുമായി ബന്ധപ്പെട്ട സെക്ഷൻ 80 നോട്ടീസ് ഞങ്ങൾ ഫയൽ ചെയ്തിരുന്നു, സെക്ഷൻ 80 നോട്ടീസ് ഞങ്ങൾ സെൻഡ് ചെയ്തിട്ട് ഇത്രയും നാളായി. അപ്പോൾ വിച്ച് മീൻസ് ദാറ്റ് സെക്ഷൻ 80 നോട്ടീസ് സെൻഡ് ചെയ്തതിനു ശേഷം ഫയൽ ചെയ്യുന്ന സൂട്ടാണെങ്കിൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂട്ടാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് സെക്ഷൻ 80 നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്തിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സെൻഡ് ചെയ്തു എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയുക, എന്റെ സമയപരിധിയും മറ്റുള്ള കാര്യങ്ങൾ പറയും. അല്ലെങ്കിൽ അത് ഡിസ്പെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്ഷൻ 80 ക്ലോസ് 1 ആണെന്ന് എന്റെ ഓർമ്മ 102 അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ പെർമിഷൻ കോടതിയിൽ നിന്നും ആപ്ലിക്കേഷൻ വഴി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും ഇതിനകത്ത് പറഞ്ഞിരിക്കണം എന്നുള്ള റിക്വയർമെന്റ്സ് ഉണ്ട്. So these are the two things. One is about section 80 notice, and another one is about public nuisance related matter. And section 92 നോട്ടീസിലെ എറർ പിന്നെ സ്യൂട്ട് ഡിസ്മിസ് ചെയ്യാൻ കാരണമാവില്ല എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഓക്കെ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ വിൽ ഹാവ് ടു ഗോ ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദാറ്റ്. അത് കോസ് ഓഫ് ആക്ഷൻ, പിന്നെ അത് നമ്മൾ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ കോസ് ഓഫ് ആക്ഷൻ എടുത്ത് പറയാത്ത രീതിയിലുള്ള ഒരു എറർ ആണെങ്കിൽ that will go to the root of it. അത് പ്രശ്നം അഡ്രസ്സിലുള്ള തെറ്റുകൾ അങ്ങനെയുള്ള ഞാൻ പറഞ്ഞ അങ്ങനെ നോട്ടീസ് എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർ കോസ് ഓഫ് ആക്ഷൻ പിന്നെ കാണിക്കുന്ന നോട്ടീസ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് തന്നെ നമ്മൾ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ചെറിയ ക്ലറിക്കൽ എറേഴ്സ് പോലെയുള്ള എറേഴ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ കോസ് ഓഫ് ആക്ഷൻ കാണിക്കാൻ പറഞ്ഞു പോകുന്നതും എറർ ആകാം. സോ വാട്ട് കൈൻഡ് ഓഫ് എറർ എന്നുള്ളത് അഗൈൻ ഇറ്റ് മാറ്റേഴ്സ്. അപ്പോൾ എറർ വിച്ച് ഗോസ് ടു ദ റൂട്ട് ഓഫ് ഇറ്റ്, കോസ് ഓഫ് ആക്ഷൻ പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ നോട്ടീസ് വിൽ ഹാവ് ടു ബി റീസെന്റ് ഓർ സഫീഷ്യന്റ് നോട്ടീസ് അല്ല എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ സെക്ഷൻ 92ലേക്ക് പോകുമ്പോൾ സൂട്ട് ഇൻ റെസ്പെക്ട് ഓഫ് പബ്ലിക് ചാരിറ്റി ഇത് പ്രകാരം പിന്നെ ഉള്ള ട്രസ്റ്റുകളൊക്കെ ഉണ്ടാകും, ട്രസ്റ്റുകൾ ഉണ്ടാകാം, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകാം. അത് പ്രകാരമുള്ള അവർക്കുള്ള പിന്നെ കാര്യങ്ങളെ കുറിച്ച് ഉള്ള ഒരു വിവരം അങ്ങനെ അതിനെതിരെ ഒരു സൂട്ട് ഫയൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ വരിക എന്നുള്ളതാണ് ജസ്റ്റ് ഇനി ബ്രീഫായിട്ടൊന്ന് പറയുന്നത്. അത് സെക്ഷൻ 92 ഓഫ് CPC-ലാണ് പറയുന്നത്. സെക്ഷൻ 92 ഓഫ് CPC, ഇറ്റ് ഈസ് ഇൻ റെസ്പെക്ട് ഓഫ് സൂട്ട് ഇൻ റെസ്പെക്ട് ഓഫ് പബ്ലിക് ചാരിറ്റി ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതില് കേസസ് ഉണ്ട്. ഞാൻ കേസസ് ഇവിടെ പറയാത്തത് പറഞ്ഞാൽ നമ്മുടെ സമയത്തിന്റെ ഒരു ഇത് കൊണ്ടാണ്. ദർ ആർ കേസസിന്റെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ ഇതിനൊരു വൈഡർ ഇന്റർപ്രിട്ടേഷൻ സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ എനി ഡിവോട്ടി, എനി ഭക്തൻ എന്നുള്ള രീതിയിലാണ്, എനി ഡിവോട്ടി ക്യാൻ ഫയൽ a suit with regard to or matter and make an application എന്നാണ് പറയുന്നത്
make an application in regard to a matter of public charity. The public charitable trust അല്ലെങ്കിൽ ഒരു religious institution which comes under this, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂട്ട്, അതുകൊണ്ട് നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ആർക്ക് സൂട്ട് ഫയൽ ചെയ്യാം എന്നുള്ളൊരു കാര്യം വരുമ്പോൾ അതിനകത്ത് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ഫയൽഡ് by any person, including any devotee. So it has been given a very wide interpretation, and it can be given to it can be filed before a district judge. Relevant district judge in the അടുത്തേക്ക് അത് ഫയൽ ചെയ്യാം. ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ അടുത്ത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ district judge will have to go to the matter, which is also a special procedure, and that will make an order to the high court. ഹൈക്കോടതിയിലേക്ക് ഒരു ഓർഡർ അല്ല, ഒരു റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോർട്ട് വിൽ ഓർഡർ അത് സൂട്ട് ഇയാൾക്ക് ഫയൽ ചെയ്യാൻ പറ്റുമോ, സൂട്ട് ഫയൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കുറേയധികം ആൾക്കാരെ എഫക്ട് ചെയ്യുന്നതും ഒരു പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആർക്കും ഏത് സമയത്തും കൊണ്ടുപോയി സൂട്ട് ഫയൽ ചെയ്യാൻ പറ്റും എന്നുള്ള സിറ്റുവേഷൻ വരാൻ പാടില്ല. അതിന്റെ പ്രൊസീഡിങ്സ് ആൻഡ് അതിന്റെ നടത്തിപ്പ് അഫക്ട് ചെയ്യപ്പെടാൻ പാടില്ല. അപ്പൊ അത് ഒന്ന് ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ അടുത്തേക്ക് ഫയൽ ചെയ്യും. ഡിസ്ട്രിക്ട് ജഡ്ജ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം റിപ്പോർട്ട് എടുക്കുകയും ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്തതിനു ശേഷം അത് പരിഗണിച്ച് അത് സൂട്ട് ഫയൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതും, ഫയൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ആർക്ക് ഫയൽ ചെയ്യാൻ പറ്റും, എങ്ങനെ ഫയൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഹൈക്കോടതി ഓർഡർ, ജുഡീഷ്യൽ ഓർഡർ എന്നാണ് പറയുന്നത്. ജുഡീഷ്യൽ ഓർഡർ വിൽ ഹാവ് ടു ബി മേഡ്. അങ്ങനെ ജുഡീഷ്യൽ ഓർഡർ മേക്ക് ചെയ്തതിനു ശേഷം അക്കോർഡിംഗ്ലി ആണ് സൂട്ട് ഫയൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതും, ആർക്ക് ഫയൽ ചെയ്യാൻ പറ്റും എന്നുള്ളതും, ഇതിനെ കുറിച്ച് ഫയൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും പിന്നെ തീരുമാനിക്കപ്പെടുന്നത്. So this is also a special procedure under section 92 in respect of public charitable trust and religious institution. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഡോക്ട്രിൻ സൈപ്രസ് ഡോക്ട്രിൻ എന്നുള്ളതാണ്. സൈപ്രസ് ഡോക്ട്രിൻ CY സ്പെല്ലിംഗ് നമുക്ക് അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു, എങ്കിലും ഞാനൊന്ന് ജസ്റ്റ് സ്പെൽ ഔട്ട് ചെയ്യാം. CY സൈപ്രസ് PRES രണ്ട് വാക്കുകൾ പോലെയാണ്. ഇറ്റ് ഇസ് നോട്ട് ഇംഗ്ലീഷ്, ഇറ്റ് ഡസന്റ് സൗണ്ട് ഇംഗ്ലീഷ്, ഇറ്റ്സ് ലാറ്റിൻ. സൈപ്രസ് ഡോക്ട്രിൻ ഇവിടെ ആപ്ലിക്കബിൾ ആവുന്നതാണ് പറയുന്നത്. എന്താണ് ഈ സൈപ്രസ് ഡോക്ട്രിൻ? സൈപ്രസ് ഡോക്ട്രിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the power of the court, the capacity of the court to interpret will, trust deed, etc. അത് എന്താണ് ഇവിടുത്തെ റെലവൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ചില ട്രസ്റ്റ് ഡീഡിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള ഒരു വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു വില്ല് പ്രകാരം എക്സിക്യൂട്ടീവറെയും അഡ്മിനിസ്ട്രേറ്ററെയും ഒക്കെ അപ്പോയിന്റ് ചെയ്തിട്ടാകാം. പലപ്പോഴും നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഒരു നല്ല കാശുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ വളരെയധികം ഒരു ഫിലന്ത്രോഫിക് ആയിട്ടുള്ള ഒരാളായിരിക്കാം. അപ്പോൾ അദ്ദേഹം ഒരു ട്രസ്റ്റ്, അദ്ദേഹത്തിന്റെ ഒരു വില്ല് പ്രകാരം പറയുന്നത് ഞാൻ ഇന്നൊരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അപ്പോൾ അല്ലെങ്കിലോ അത് പ്രകാരം ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നു. ട്രസ്റ്റ് ഒരു ട്രസ്റ്റീസ് ഉണ്ട്, ബെനിഫിഷ്യറീസ് ഉണ്ട്, അങ്ങനെയുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് പലപ്പോഴും അതിനകത്തൊരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ, ആ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്താൽ മാത്രമേ ഈ ആൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കേസിൽ പിന്നെ കേസ് കൊടുക്കണോ വേണ്ടോ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ സിറ്റുവേഷൻ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ ഒരു ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കേസ് കൊടുക്കണോ വേണ്ടെന്നാണ് ഇപ്പം ഇയാൾ പെർമിഷൻ ചോദിച്ചിരിക്കുന്നത്. ആ പെർമിഷൻ ചോദിച്ച സമയത്ത് അത് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ, അതിന്റെ കാര്യം തീരുമാനിക്കപ്പെടണമെങ്കിൽ ഡിസ്ട്രിക്ട് ജഡ്ജിനും ഹൈക്കോർട്ടിനും എന്തിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവണം? ആ വില്ലിനെ കുറിച്ചും, ആ വില്ല് പ്രൊബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കുറിച്ച്, അതിന്റെ ഇന്റർപ്രിട്ടേഷനെ കുറിച്ച്, അതിന്റെ ക്ലോസസിനെ കുറിച്ച്, അല്ലെ ട്രസ്റ്റ് ഡീഡ് പ്രകാരം കൊണ്ടുവന്നിരിക്കുന്ന ട്രസ്റ്റ് ആകുമ്പോൾ അതിന്റെ ക്ലോസസിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാവേണ്ടത് ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകാം. അങ്ങനെ ക്ലാരിറ്റി ആവശ്യമായിട്ട് വരികയാണെങ്കിൽ this can be done. അങ്ങനെ ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി there will be power to the court to interpret this will or trust deed, etc. ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു പവർ കോടതിക്ക് കിട്ടും. അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള പിന്നെ ആ ഒരു പവറിനെയാണ് നമ്മൾ സൈപ്രസ് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. സൈപ്രസ് ഡോക്ട്രിൻ എന്ന് പറയും. അപ്പോ when trust etc is not carried out as per its spirit, അത് വെച്ചാൽ ഒരു അനാഥ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഫിലന്ത്രോഫിക് ആയിട്ട് റൺ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ട്രസ്റ്റ് അവര് മറ്റേതെങ്കിലും ഒരു കാര്യം കൊമേഴ്ഷ്യൽ ആയിട്ട് ഏറ്റെടുക്കുമ്പോൾ ദാറ്റ് ഈസ് നോട്ട് ഇൻ ദ ട്രൂ സ്പിരിറ്റ് ഓഫ് ദി ട്രസ്റ്റ്. അപ്പൊ ആ കാര്യങ്ങൾ പറയണമെങ്കിൽ, ആ കാര്യങ്ങളെ കുറിച്ച് കേസ് കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് തീരുമാനം എടുക്കണമെങ്കിൽ വാട്ട് ദ ട്രൂ സ്പിരിറ്റ് ഓഫ് ദ ട്രസ്റ്റ് എന്ന് തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയും അതിന്റെ വ്യാഖ്യാനം നൽകുകയും അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യണം. അങ്ങനെ പറയാൻ വേണ്ടി കോടതിക്ക് പവർ കിട്ടുന്ന സിറ്റുവേഷൻ, അങ്ങനെ കിട്ടുന്ന ഒരു പവറിനെയാണ് നമ്മൾ സൈപ്രസ് ഡോക്ട്രിൻ എന്ന് പറയാം. അപ്പൊ സൈപ്രസ് ഡോക്ട്രിൻ വിൽ may come into application when it comes to a matter under section 92 of Code of Civil Procedure, which is a matter relating to public charitable trust and public religious institution.
അപ്പൊ ഇങ്ങനെയുള്ളൊരു അഡീഷണൽ റിക്വയർമെന്റ്, അഡീഷണൽ ഡോക്ട്രിൻ വുഡ് കം ഇൻ. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ പറയാം. സൂട്ട് അഗൈൻസ്റ്റ് ഫോറിൻ സ്റ്റേറ്റ് അംബാസിഡർ ഓർ എൻവോയ്, കൗൺസിലർ ഓഫീസ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഫോറിൻ സിറ്റിസൻസിനെതിരെ അല്ല, ഫോറിൻ അംബാസിഡർ, ഫോറിൻ എൻവോയ്, ഫോറിൻ സ്റ്റേറ്റ്, അവർക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യണമെങ്കിൽ സാധാരണ ഒരു കേസ് ഫയൽ ചെയ്യുന്ന രീതിയിൽ ഫയൽ ചെയ്യാൻ പറ്റില്ല. That is dealt under section 86, 87, 87A and 87B. I'll repeat it. Section 86, section 87, section 87A, section 87B of Code of Civil Procedure. അതിന്റെ റിക്വയർമെന്റ്സ് വളരെ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, prior written consent of signature of Secretary of Government of India. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കെതിരെയാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ, ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പെർമിഷൻ എടുക്കുന്ന സിറ്റുവേഷൻ ഇല്ല, ബിക്കോസ് സെൻട്രൽ ഗവൺമെന്റിന് മാത്രമേ ഇവിടെ പവർ ഉള്ളൂ. സെൻട്രൽ ഗവൺമെന്റ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പവർ കിട്ടി എന്ന് നമ്മൾ തീരുമാനിക്കപ്പെടണമെങ്കിൽ there should be a written signature of the Secretary of Government. അതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുകയും ഗവൺമെന്റ് സെക്രട്ടറിയുടെ ഒരു പെർമിഷൻ കിട്ടിയിരിക്കുകയും ചെയ്യണം. ആൻഡ് പിന്നെ consent obtained after institutional suit is not adequate. ഇത് സൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ വേണം. ദിസ് ഇസ് എ prior mandatory requirement, and if it is not complied with, then definitely the suit will be bad, nullity for that matter alone. It's a mandatory requirement. അപ്പോൾ ഇനി നമ്മൾ ഇനിയിപ്പോൾ ഇതുപോലെയുള്ള സ്പെഷ്യൽ കേസുകളിൽ ഫയൽ ചെയ്യുന്ന സൂട്ടിന്റെ ടൈറ്റിൽ എങ്ങനെയായിരിക്കും, എങ്ങനെയുള്ള കേസുകളെ കുറിച്ചൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. എഗൈൻസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കെതിരെ ഫയൽ ചെയ്യുന്ന ഒരു സൂട്ടാണെങ്കിൽ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് ഫയൽ ചെയ്യുന്നത്. നമുക്ക് അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 1 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ഇന്ത്യ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് യൂണിയൻ ഓഫ് ഇന്ത്യ. അമേരിക്കയിലൊക്കെ ഫെഡറേഷൻ ആയിരിക്കും പറയുന്നത്. ഓക്കെ. ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഓഫ് കേരള ആണെങ്കിൽ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയണം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ, ടൈറ്റിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള കുറിച്ച് പ്രൊസീജിയർ ഒക്കെ പറയുന്നത് സെക്ഷൻ 79 കുറിച്ചാണ് പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്നത്. ഓർഡർ 26 റൂൾ 3 സ്പീക്സ് അബൌട്ട് സബ്സ്റ്റാൻറ്റീവ് മാറ്റേഴ്സ്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ, നമ്മൾ ഗവൺമെന്റിന്റെ പേരിലാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ യൂണിയൻ ഓഫ് ഇന്ത്യ എന്നും, മറ്റേതാണെങ്കിൽ പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെന്നും ഉള്ള രീതിയിൽ പറയണം. Now, ആര് റെപ്രസെന്റ് ചെയ്യുന്നുള്ളതാണ്, ഹൂ വിൽ റെപ്രസെന്റ് എന്നുള്ളതാണ്. അപ്പം പിന്നെ ട്രസ്റ്റീസ്, എക്സിക്യൂട്ടീവ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ വരുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു ട്രസ്റ്റിയുടെ പ്രകാരമുള്ള ഒരു ട്രസ്റ്റ് ആണെങ്കിൽ അത് ട്രസ്റ്റീസ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾക്കാർ. എക്സിക്യൂട്ടീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഏത് സിറ്റുവേഷൻസിൽ വരുന്നു നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എങ്കിലും ഒന്ന് പറയാം. ഒരു വില്ല് പ്രകാരം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരാളെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ ആ വില്ലിൽ തന്നെ പേര് പറഞ്ഞിട്ടുള്ള ഒരാള്, ഞാൻ ഇല്ലാതാവുന്നു, എൻ്റെ ഒരു വില്ലിനകത്ത് പറഞ്ഞിരിക്കുന്നു ഇന്നയാള് മിസ്റ്റർ മനു ശർമ്മ ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആണ് നമ്മുടെ. മനു ശർമ്മയെ ഞാൻ ഇതിനാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി, ഇതിന്റെ വില്ല് പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഓതറൈസ് ചെയ്തിരിക്കുന്നു. മനു ശർമ്മ വിൽ ബി ദ എക്സിക്യൂട്ടർ ഓഫ് ദി വിൽ. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് നോട്ട് മെൻഷൻഡ് എ പേഴ്സൺ ടു എക്സിക്യൂട്ട്. ഇതിലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഒരാളെ ഞാൻ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കോടതി, അങ്ങനെ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ കോടതി ഒരാളെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് വിളിക്കും. പിന്നെ ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രസ്റ്റ് ഡീഡ് പ്രകാരം പിന്നെ അതിന്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി അതിന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി ആക്കിയിരിക്കുന്ന ആൾക്കാരാണ് ട്രസ്റ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ തേർഡ് പാർട്ടീസിനെതിരെ ഫയൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ സാധാരണ ഇതിലൊരു സൂട്ട് ബൈ ട്രസ്റ്റീസ് അഗൈൻസ്റ്റ് എ തേർഡ് പാർട്ടി ആണെങ്കിൽ ട്രസ്റ്റീസ് ആയിരിക്കും സൂട്ടിന് പ്ലെയിന്റിഫ് ആയിട്ട്. ട്രസ്റ്റീസ് വിൽ ബി trustees would represent the beneficiaries. പക്ഷെ മറിച്ച് ഈ പറയുന്ന ട്രസ്റ്റീസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവരാണ് സാധാരണ ഇതിൽ, അവർക്ക് പേഴ്സണലായിട്ട് ഇൻട്രസ്റ്റുകൾ ഇല്ലെങ്കിൽ പോലും അവരാണ് ഈ ട്രസ്റ്റിനെ നോക്കുന്ന ആൾക്കാർ, അല്ലെ ബില്ല് പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അല്ലെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഇഫ് ദേ ആർ നോട്ട് പ്രോപ്പർലി ഇൻട്രസ്റ്റഡ് ആൻഡ് if they are not properly prosecuting the matter, then the beneficiaries, ട്രസ്റ്റ് പ്രകാരം ബെനിഫിറ്റ് കിട്ടാൻ എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്.
അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ട ട്രസ്റ്റീസ് അത് ചെയ്യുന്നില്ലെങ്കിൽ ദ ബെനിഫിഷ്യറീസ് ക്യാൻ റെപ്രസെന്റ് ഓർ ബെനിഫിഷ്യറി ക്യാൻ ബിക്കം എ പാർട്ടി. ബെനിഫിഷ്യറി ക്യാൻ ബിക്കം എ പാർട്ടി ടു ദ സൂട്ട്. അപ്പോൾ അങ്ങനെ സൂട്ടിന്റെ ഭാഗമായിട്ട് വരാം. അപ്പോൾ ആ രീതിയിൽ അവരാണ് ഇത് റെപ്രസെന്റ് ചെയ്യേണ്ടതെന്നാണ് വരുന്നത്. നൗ കോർട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ട്രസ്റ്റും ഇതൊന്നും അല്ലാതെ ഗവൺമെന്റ് സൂട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ സ്പെസിഫിക് പാർട്ടീസ്, സാധാരണഗതികൾ നമ്മൾ പറയുന്ന യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ ചില കേസുകളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഖത്രി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്നുള്ള കേസിലൊക്കെ സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് മാത്രമല്ല, ഹോം സെക്രട്ടറി സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്നൊക്കെ പറഞ്ഞ് സ്പെസിഫിക് പാർട്ടീസിനെ തന്നെ അതിൽ പാർട്ടി ആക്കി കൂടായിക്കുന്നില്ല. അപ്പൊ ഗവൺമെന്റിന് കോടതിക്ക് തോന്നുകയാണ് ഈ പറയുന്ന ഗവൺമെന്റിന് ഒരു ജനറൽ റെപ്രസെന്റേഷൻ മാത്രം ഉണ്ടായാൽ പോരാ, ദർ ഷുഡ് ബി സ്പെസിഫിക് റെപ്രസെന്റേഷൻ ഫ്രം ദ പാർട്ട് ഓഫ് ദി ഗവൺമെന്റ് എന്ന് തോന്നുകയാണെങ്കിൽ സ്പെസിഫിക് ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ തന്നെ പാർട്ടിയാക്കി അദ്ദേഹം ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ അപ്പിയർ ചെയ്യുന്ന രീതിയിൽ ആക്കുന്നതും തെറ്റില്ല. ആ രീതിയിലും പാർട്ടീസ് ഉണ്ടാകും. നൗ കണ്ടന്റ് ഓഫ് ദ പ്ലെയിന്റ്. കണ്ടന്റ് ഓഫ് ദ പ്ലെയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഗവൺമെന്റിന് ഫയൽ ചെയ്യുന്നതാണെങ്കിൽ സെക്ഷൻ 80 പ്രകാരമുള്ള നോട്ടീസ് ഫയൽ ചെയ്തെന്നോ അല്ലെങ്കിൽ സെക്ഷൻ 80 പ്രകാരമുള്ള നോട്ടീസ് ഡിസ്പെൻസ് ചെയ്തിട്ടുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരിക്കണം. ആ കാര്യമുണ്ട്. ദെൻ ഇത് ആരാണ് സൈൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഇത് അതിനകത്ത് പാർട്ടി എന്നുള്ള നിലയിൽ സൈൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ടല്ലോ. സാധാരണ രീതിയിലാണെങ്കിൽ ഗവൺമെന്റിനാണെങ്കിൽ signed and verified by a person authorized and acquainted with the facts. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീല് ചെയ്യാൻ വേണ്ടി ഓതറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഫാക്സുമായിട്ട് അക്വൈന്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഇത് സൈൻ ചെയ്യുന്നത്, വെരിഫൈ ചെയ്യുന്നത്. വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാവുന്നതും ഇത് സത്യമാണെന്നും അതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സോളം സ്റ്റേറ്റ്മെന്റ് പോലെയുള്ള സംഭവമാണ് ഈ വെരിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ അത് ആര് ചെയ്യും, അല്ലെങ്കിൽ ആരുടെ പേരിലാണ് ആരാണ് ഈ പ്ലെയിന്റ് ആക്ച്വലി ലീഗൽ റിക്വയർമെന്റ്സ് കംപ്ലൈ ചെയ്തുകൊണ്ട് ഫയൽ ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. അപ്പൊ ഒരു ഗവൺമെന്റിന്റെ സംഭവമാണെങ്കിൽ സൈൻഡ് ബൈ ദ പേഴ്സൺ, സൈൻഡ് ആൻഡ് വെരിഫൈഡ് ബൈ ദ പേഴ്സൺ ഓതറൈസ്ഡ് ആൻഡ് അക്വൈന്റഡ് വിത്ത് ദ ഫാക്ട്സ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 1-2 കാര്യങ്ങൾ പറയേണ്ടത്. ഇപ്പൊ യൂണിവേഴ്സിറ്റി ആരാണ് ഒരു കേസ് ഫയൽ ചെയ്യോ അല്ലെ യൂണിവേഴ്സിറ്റിക്ക് എതിരെ ഫയൽ ചെയ്യുകയോ ചെയ്യുമ്പോൾ ആരാണ് അതിനെ റെപ്രസെന്റ് ചെയ്യാന്ന് അറിയാമോ? It's a question. Can you യൂണിവേഴ്സിറ്റി കാര്യത്തിൽ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നമ്മളെ ഏറ്റവും ഉയർന്ന ആള് വൈസ് ചാൻസലറൊക്കെ ആണെങ്കിലും ചാൻസലറും നമുക്കുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇപ്പം അറിയാമെങ്കിലും സത്യം പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്നതും യൂണിവേഴ്സിറ്റിക്ക് എതിരെ കേസ് വരുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നതും ഇറ്റ് ഇസ് എ രജിസ്ട്രാർസ് ഓഫീസ് ആൻഡ് രജിസ്ട്രാർ. ഇപ്പൊ രജിസ്ട്രാർ റെപ്രസെന്റ്സ് ദ യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിൽ വരും. ഇപ്പൊ ഒരു കമ്പനി ആണെങ്കിൽ, ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺ, കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയും ആരാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യേണ്ടതെന്ന് പറയും, മാനേജിംഗ് ഡയറക്ടർ ആണ് അങ്ങനെ പറയും. അല്ലെങ്കിൽ കമ്പനിയുടെ റെസൊല്യൂഷൻ പ്രകാരം ഒരാളെ ഓതറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹി വിൽ സൈൻ, ഹി വിൽ അഫിക്സ് ദ സീൽ, ഓൾ ദോസ് തിങ്സ് വിൽ ബി ഡൺ ബൈ ഹിം. കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ സോറി മിസ്റ്റർ സലീം, സെക്രട്ടറി അല്ലേ സാർ കമ്പനി ആകുമ്പോൾ? കമ്പനിയിൽ സാധാരണ ഈ പറയുന്ന ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിന്നാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. അപ്പൊ കൂടുതൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമ്മൾ കാണുന്ന സെക്രട്ടറി എന്നുള്ള നിലയാണ്, കമ്പനി സെക്രട്ടറി എന്നാണ്. പക്ഷെ അങ്ങനെ തന്നെ ആവണം നിർബന്ധമില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില മാറ്റേഴ്സ് ആണെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അത് പ്രകാരം ചില ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ തന്നെ സൈൻ ചെയ്യണം എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാം. പക്ഷേ ഓർഡിനറിലി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കാണുന്ന ഓർഡിനറി ക്ലോസ്, പക്ഷെ നിയമം എപ്പോഴും സെക്രട്ടറിനെ ഫയൽ ചെയ്യണമെന്ന് പറയുന്നില്ല. ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു ദി കമ്പനി. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ട്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ട്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ് ഇന്റേണൽ ആയിട്ടുള്ള മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ് അത് ശരിക്കും പറയാം. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറയുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. കൂടുതൽ കേസിലും സെക്രട്ടറിയാണ് വരിക. പക്ഷേ മാനേജിംഗ് ഡയറക്ടറോ അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിലുള്ള ആൾക്കാരോ സൈൻ ചെയ്യുന്ന സിറ്റുവേഷൻസും വരാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈവൻ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്നൊക്കെ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. ഞാൻ മുൻപ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചില മാറ്റേഴ്സ് ഡീൽ ചെയ്തതായിട്ട് ഓർക്കുന്നു. ഓക്കെ. പിന്നെ കോർപ്പറേഷന്റെ കാര്യത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറി ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ വേറെ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ ഉള്ള രീതിയിലാണെങ്കിൽ ഡയറക്ടർ ആകാം, പ്രിൻസിപ്പൽ ഓഫീസർ ആകാം. ഇപ്പൊ CMD എന്നൊക്കെ പറയും. എന്താണ് എന്താണ് ചീഫ് ഓഫീസർ, മാനേജിംഗ് ഡയറക്ടർ CMD എന്നൊക്കെ പറഞ്ഞ പോസ്റ്റുകളുണ്ട്. അതൊക്കെ വരുന്ന സിറ്റുവേഷൻസും വരാം. സോ കമ്പനിയുടെ കാര്യത്തിലൊക്കെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, യൂഷ്വലി ദ സെക്രട്ടറി, യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ രജിസ്ട്രാർ എന്നുള്ള രീതിയിലൊക്കെയാണ് വരും. നൗ ഇപ്പൊ നമ്മള് ടൈറ്റിലിന്റെ കാര്യം പറഞ്ഞു, അത് സൈൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു, പാർട്ടീസിന്റെ കാര്യം ജസ്റ്റ് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിക്യൂഷൻ ഓഫ് ഡിഗ്രി എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതൊക്കെയാണെങ്കിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ഒഫീഷ്യൽ കപ്പാസിറ്റിയിലുള്ളതാണെന്ന് നമുക്കറിയാം.
ഒരു ഗവൺമെന്റ് സൂട്ട് ആണെങ്കിൽ ഇറ്റ് ഈസ് ദ ഒഫീഷ്യൽ കപ്പാസിറ്റി. എക്സിക്യൂഷൻ ഷാൽ നോട്ട് ബി ഇഷ്യൂഡ്. അവർക്ക് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ നടപ്പിൽ വരുത്തുകയാണ്. ആ നടപ്പിൽ വരുത്താൻ വേണ്ടി ഗവൺമെന്റിനെതിരെ ഒരു ഡിഗ്രി എനിക്ക് കിട്ടി. ഐ ഹാവ് ടു വെയിറ്റ് ഫോർ, ഐ കനോട്ട് ഇമ്മീഡിയറ്റ്ലി ഫയൽ എൻ EP. ഒരു എക്സിക്യൂഷൻ പെറ്റീഷൻ ഇമ്മീഡിയറ്റ്ലി ഫയൽ ചെയ്യാൻ പറ്റില്ല. എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്താൽ പോലും അത് കിട്ടണമെങ്കിൽ ഒരു 90 days പിന്നെ വെയിറ്റ് ചെയ്യണം. 90 days വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ റിക്വയർമെന്റ് തന്നെയാണ്. ഈ പറയുന്ന രീതിയിൽ ഗവൺമെന്റിനെതിരെ വീണ്ടും EP ഫയൽ ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ട് നൂലാമാലയായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ല. അത് ഗവൺമെന്റിനെ എഫക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ജനങ്ങളെ മുഴുവൻ എഫക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു 90 days സൂട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിഗ്രിയിൽ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് 90 days പീരീഡ് കൊടുക്കണം. 90 days പീരീഡിന് ശേഷം മാത്രമേ എക്സിക്യൂഷനുമായിട്ട് ഗവൺമെന്റിനെതിരെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇഫ് ദ ഡിഗ്രി നോട്ട് സാറ്റിസ്ഫൈഡ്. ഡിഗ്രി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഡിഗ്രി സാറ്റിസ്ഫൈ എന്നാണ് ഡിഗ്രി പ്രകാരമുള്ള കാര്യങ്ങൾ കംപ്ലൈ ചെയ്തില്ലെങ്കിൽ 90 days ശേഷം മാത്രമേ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. സോ ദാറ്റ്സ് എ സ്പെഷ്യൽ റിക്വയർമെന്റ് ആസ് ഫാർ ആസ് എക്സിക്യൂഷൻ ഓഫ് എ ഡിഗ്രി റിലേറ്റഡ് ടു ഗവൺമെന്റ് ഇസ് കൺസേൺഡ്. നൗ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫോറിൻ സൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഫോറിൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ഒരു ഫോറിൻ റൂളർ, ഫോറിൻ അഡ്മിനിസ്ട്രേറ്റർ, ഫോറിൻ അംബാസിഡർ, ഫോറിൻ എൻവോയ്, ഈ പറയുന്ന കുറെ ആൾക്കാരൊക്കെ ചാണക്യപുരി എന്ന് പറയുന്ന ഡൽഹിയിൽ തന്നെയുള്ള ആൾക്കാരാണ്. അവരെ നേരിട്ട് പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ച് അവരിൽ നിന്നും വസൂലാക്കി എടുക്കാൻ സാധ്യമല്ല. അത് ചെയ്യണമെങ്കിൽ സെക്ഷൻ 86 ഓഫ് CPC പറയുന്നു ദർ ഷുഡ് ബി പ്രയർ റിട്ടൺ കൺസെന്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് പ്രയർ റിട്ടൺ കൺസെന്റ് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മളിപ്പോ പറയുന്നത് ഫോറിൻ ഗവൺമെന്റിന്റെ കാര്യവും പറയുന്നുണ്ട്, ഗവൺമെന്റിനെതിരെയുള്ള സൂട്ടിന്റെ കാര്യവും പറയുന്നുണ്ട്. ഇങ്ങനെ സ്പെഷ്യൽ റിക്വയർമെന്റ്സ് ഒക്കെ ഉള്ള കേസുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് എ ബ്രീഫ് അബൌട്ട്, ഐ വുഡ് സേ ബ്രീഫ്. നേരത്തെ സാറൊക്കെ ചോദിച്ചതുപോലെ എല്ലാം നമ്മൾ കവർ ചെയ്ത് പോയിട്ടില്ല. പക്ഷെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ വിട്ടുപോകാതെ തന്നെ പോയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു വിചാരം. അപ്പോൾ നമ്മൾ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട സൂട്ടുകളെ കുറിച്ച് പറഞ്ഞു, ട്രസ്റ്റ്, എക്സിക്യൂട്ടർ, അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചും സൈപ്രസും നമ്മൾ പറഞ്ഞു. പിന്നെ ഫോറിൻ ഗവൺമെന്റിനെ കുറിച്ച് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ സ്പെഷ്യാലിറ്റീസ് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പം പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട ടൈറ്റിൽ, പാർട്ടീസ്, കണ്ടന്റ് ഓഫ് ക്ലെയിം, സിഗ്നേച്ചർ ആൻഡ് വെരിഫിക്കേഷൻ, ദെൻ എക്സിക്യൂഷൻ ഓഫ് ഡിഗ്രി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഗവൺമെന്റിനെതിരെയുള്ളതാണെങ്കിൽ നമ്മൾ എക്സിക്യൂഷൻ, പിന്നെ ഗവൺമെന്റിനെതിരെയാണെങ്കിൽ ഒരു സെക്ഷൻ 80 നോട്ടീസ് ഉണ്ട്. എക്സിക്യൂഷന്റെ കാര്യത്തിലും സ്പെഷ്യാലിറ്റി ഉണ്ട്. പിന്നെ പബ്ലിക് നോയിസൻസ് ആൻഡ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കാര്യവും നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. സർ, യു ആർ അബൌട്ട് ടു ആസ്ക് സംതിങ്. എന്താ പറയാൻ വന്നായിരുന്നോ? പറഞ്ഞോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു ഇതിലേക്ക് നീങ്ങാണ്. ഇന്റർപ്ലീഡർ സൂട്ട് എന്ന് പറയും. ഇന്റർപ്ലീഡർ സൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു തരം സൂട്ട് തന്നെയാണ്, പക്ഷെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സൂട്ടാണ്. സാധാരണ ഒരു സൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിക്കെതിരെ, പ്ലെയിൻറ്റിഫിന് ഡിഫൻഡന്റിനെതിരെ ക്ലെയിം ഉണ്ടാകുന്ന സമയത്താണ് ഒരു സൂട്ട് ഫയൽ ചെയ്യുന്നത്. ഓർഡിനറി ഐ ഹാവ് എ ക്ലെയിം അഗൈൻസ്റ്റ് മിസ്റ്റർ മുഹമ്മദ് സലീം, നമ്പർ 18. നമ്പർ 12 എന്നാണോ കാണുന്നത്? 12 കാണുന്ന മിസ്റ്റർ മുഹമ്മദ് സലീം 18 ആണ് സർ. 12 ആണ് ഇവിടെ. ഇവിടെ 12 എന്നാണ് കാണുന്നത്. ഞാൻ 12 എന്ന് കണ്ടപ്പോൾ 18 അല്ലേ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ പറഞ്ഞു നോക്കി. 12 എന്നാണ് നമ്പറാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, കുഴപ്പമില്ല. എനിവേ യു വിൽ റിമെയിൻ വാട്ട് യു ആർ ഇൻ മൈ മൈൻഡ്. ഓക്കെ, വെരി പോസിറ്റീവ്. ഓക്കെ, ഒരു ഇന്റർപ്ലീഡർ സൂട്ട് എന്ന് പറയുമ്പോൾ സെക്ഷൻ 88 ഇന്റർപ്ലീഡർ സൂട്ടിനെ കുറിച്ച് പറയുന്നത്. അതുകൂടാതെ ഓർഡർ 35 കൂടെ. അപ്പോൾ സെക്ഷൻ 88, ഓർഡർ 35. ഇതെന്ന് പറഞ്ഞാൽ പ്ലെയിൻറ്റിഫ് ഡസ് നോട്ട് ഹാവ് എനി പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്ട് മാറ്റർ ഓഫ് സൂട്ട്. സബ്ജക്ട് മാറ്റർ ഓഫ് സൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള തിങ്, അല്ല പൈസ അങ്ങനെ വല്ലതൊക്കെ ആകാം. സാധാരണ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു തിങ്, കളഞ്ഞു കിട്ടിയതും ആകാം, ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്നുള്ള രീതിയിലും ആകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് ഒന്നിലധികം ക്ലെയിമൻസ് ആയിട്ട് ഒന്നിലധികം ആൾക്കാർ വരും. A, B, C, 3 ആൾക്കാർ വരും, അല്ലെങ്കിൽ 2 ആൾക്കാർ വരും. സോ ഐ ഹാവ് എ തിങ് വിത്ത് മീ, ഐ എം ഇൻ പൊസഷൻ ഓഫ് ഇറ്റ് and it is a valuable thing, but I as a plaintiff is not interested in it. എനിക്കത് വേണമെന്നില്ല. പക്ഷേ ഏതൊരാൾക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. വളരെ ഇൻഫോർമൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറയും. ഐ എം കൺഫ്യൂസ്ഡ് അബൌട്ട് whom to give because there are more than one claimant A, claimant B and claimant C. ഇതിൽ ആർക്ക് കൊടുക്കണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ സിറ്റുവേഷനിൽ what I can do is I can file an interpleader suit. ഒരു ഇന്റർപ്ലീഡർ സൂട്ട് എനിക്ക് ഫയൽ ചെയ്യാം. ഇന്റർപ്ലീഡർ സൂട്ട് ഫയൽ ചെയ്യുമ്പോൾ അതിനകത്ത് കാണുന്ന പറഞ്ഞാൽ അത് ഞാനും അവർക്കെതിരെ എന്ന് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. ആക്ച്വലി
ഒരു സെവറൽ ക്ലെയിമൻസ് ആർ ദർ. അപ്പൊ കോമ്പറ്റിംഗ് ക്ലെയിമൻസ് ആയിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ D1, D2 and D3, അല്ലെങ്കിൽ A1, A2 and A3, ഇങ്ങനെ 3 ക്ലെയിമൻസ് ആണ്. റൈവൽ ക്ലെയിമൻസ് ആർ ദർ ആൻഡ് ദർ ഇസ് റൈവൽ ക്ലെയിം. എ പറയാണ് ഇത് ബിയുടെ അല്ല, എ പറയാണ് ബിയുടെയും സിയുടെ അല്ല എന്റേതാണെന്ന് പറയുന്നത്, ബി പറയുന്നു എയുടെയും സിയുടെ അല്ലെന്ന്, സി പറയുന്നു എയുടെയും ബിയുടെ അല്ലെന്ന്. ദർ ആർ റൈവൽ ക്ലെയിംസ്. അങ്ങനെ റൈവൽ ക്ലെയിംസ് ഉണ്ടാവുന്ന സമയത്ത്, റൈവൽ ഡിഫൻഡൻസ് ഉണ്ടാവുന്ന സമയത്ത് ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഐ ക്യാൻ ഫയൽ ആൻ ഇന്റർപ്രിയർ സൂട്ട് അണ്ടർ സെക്ഷൻ 88 ഓഫ് CPC ആൻഡ് ഓർഡർ 35 ഓഫ് CPC. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് when new properties are added or new properties are added, amendment can be done. ഇതിനകത്ത് amendments ചെയ്യാം. And plaintiff should state the plaintiff does not have any interest. പ്ലെയിന്റിഫിന് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല എന്നും ഇത് എന്റേതല്ല എന്നും ഇത് ഇന്റർപ്രിയർ സൂട്ട് ആണെന്നുള്ള കാര്യവും അതിനകത്ത് പറയണം. പക്ഷേ പ്ലെയിന്റിഫിന് ഒരു ക്ലെയിം ഉണ്ടാവാം. പ്ലെയിന്റിഫ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു സൂട്ട് ഫയൽ ചെയ്യാനുള്ള കോസ്റ്റ് ഉണ്ടാകാം. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു പെരിഷബിൾ ആയിട്ടുള്ള സാധനമൊക്കെ ആണെങ്കിൽ അത് പലപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അത് എടുത്തു വെക്കാൻ, അത് പ്രോപ്പർലി ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ചാർജ് ഉണ്ടാവും. അങ്ങനെയുള്ള ചാർജസും കോസ്റ്റും അല്ലാതെ, apart from the cost and the charges for the maintenance of the same and for institution of the suit and related charges, ഈ ചാർജസും കോസ്റ്റും അല്ലാതെ മറ്റൊരു താല്പര്യവും എനിക്ക് ഈ മാറ്ററിൽ ഇല്ല. ബട്ട് ദർ ആർ ഡിഫറെന്റ് റൈവൽ ക്ലെയിംസ് വിത്ത് റിഗാർഡ് ടു ദിസ് മാറ്റർ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഫയൽ ചെയ്യുന്ന പ്രത്യേകതരം സൂട്ടിനെയാണ് നമ്മൾ ഇന്റർപ്ലിയർ സൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, now we'll move on. And now suit by or against minor, lunatic, etc. Minor, നമുക്ക് കോൺട്രാക്ട് ആക്ടിലാണ് ഏറ്റവും നന്നായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മൈനറിനെ കുറിച്ച് കേട്ടിരിക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളും ഉണ്ടാകാം, പക്ഷെ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് കോൺട്രാക്റ്റിൽ തന്നെയാണ്. മൊഹറി ബീവി വേഴ്സസ് ധർമ്മദാസ് ഘോഷ് എന്ന് പറഞ്ഞ കേസൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും. ഇത് വരുന്നത് 32 എന്ന് പറയുന്ന ഓർഡർ 32-ലാണ്. ഓർഡർ 32-ലാണ് സൂട്ട് ബൈ ഓർ എഗനിസ്റ്റ്, രണ്ടും ഉണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോണേ. സൂട്ട് ബൈ ഓർ എഗനിസ്റ്റ് മൈനർ ഓർ ലുനാറ്റിക്. ലുനാറ്റിക് എന്നുള്ള വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ലുനാറ്റിക് എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഹൂ ഇസ് എ മൈനർ എന്നുള്ളതാണ്. ഹൂ ഇസ് എ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875-ലാണ് പറയുന്നത്. അതിൽ സെക്ഷൻ 3 പ്രകാരം നമുക്കറിയാം, നമ്മൾ കോൺട്രാക്ട് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അത് സെക്ഷൻ 18 years ഓർ 18 years കൂടുതൽ ഏജിൽ, 18 years കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള, അതിൽ കൂടുതൽ ഏജുള്ള ആൾക്കാരാണ് മേജർ, അതല്ലാത്ത ആൾക്കാരെല്ലാം മൈനർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ മൈനറിന്റെ കാര്യത്തിലുള്ള അതേപോലെ തന്നെയാണ് പിന്നെ ലുനാറ്റിക് അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള പേഴ്സന്റെ കാര്യത്തിലും പ്രൊസീഡിങ്സ് മുന്നോട്ട് പോകേണ്ടത്. എല്ലാം ഒന്ന് തന്നെയാണ്, ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൈനറിന്റെ കാര്യത്തിൽ മൈനർ ആണെന്നുള്ള കാര്യത്തിൽ ഡിസ്പ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യമില്ല. ബർത്ത് സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ തീരുമാനിക്കപ്പെടാം. പക്ഷേ ഒരു അൺസൗണ്ട് മൈൻഡിന്റെ കാര്യത്തിൽ പേഴ്സൺ ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി അഡ്ജുഡിക്കേറ്റഡ്. പേഴ്സൺ അൺസൗണ്ട് മൈൻഡ് ആണെന്ന് അഡ്ജുഡിക്കേറ്റ് ചെയ്ത് അതിന് തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ മേക്ക് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തേണ്ടതായിട്ട് ആവശ്യമുണ്ട്. സോ മൈനോറിറ്റിയുടെ കാര്യത്തിൽ ദർ നീഡ് നോട്ട് ബി എൻ എഡ്യൂക്കേഷൻ, ബട്ട് ഇൻ ദ കേസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് there may be a requirement of adjudication. ഇങ്ങനെയുള്ള ഒരു വ്യത്യാസമല്ലാതെ ബാക്കി എല്ലാ പ്രൊസീജിയറിലും ഒരു മൈനറിന്റെ സൂട്ടും ഒരു സൂട്ട് ബൈ ഓർ അഗൈൻസ്റ്റ് മൈനർ ഓർ സൂട്ട് ബൈ ഓർ അഗൈൻസ്റ്റ് എ ലുനാറ്റിക് ആൻഡ് അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ വിൽ ബി ദ സെയിം. സോ ഈ ഒരു പ്രൊസീജിയർ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി രണ്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ഒന്ന് തന്നെയാണ്. അത് വരുന്നത് ഈ ഓർഡറിലാണ്, ഓർഡർ 32-ലാണ്. ഓക്കെ, നൗ ലെറ്റ് us move to the matter. അപ്പോൾ ഒരു പ്ലെയിന്റിഫ് ഒരു മൈനർ പ്ലെയിന്റിഫ് ആയിട്ട് അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ പ്ലെയിന്റിഫ് ആയിട്ട് ഒരു സൂട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ക്യാൻ ബി ഫയൽഡ് ഓൺലി ത്രൂ എ പേഴ്സൺ കോൾഡ് നെക്സ്റ്റ് ഫ്രണ്ട് എന്ന പേരിൽ ഡെസിഗ്നേറ്റ് ചെയ്യപ്പെടുന്ന, അത് കോടതിയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ഒരാൾ വഴി മാത്രമേ സൂട്ട് ഫയൽ ചെയ്യാൻ സാധ്യമായിട്ട് വരികയുള്ളൂ. അതാരുമാകാം, ചിലപ്പോൾ ഫാദറോ മദറോ ഒക്കെ തന്നെ ആകാം, അടുത്ത റിലേറ്റീവ്സ് ആകാം, അല്ലെങ്കിൽ ഇതൊന്നും അല്ലാത്ത കോടതിക്ക് അപ്രോപ്രിയേറ്റ് ആണെന്ന് തോന്നുന്ന ഒരാളാകാം. മറിച്ച് ഇപ്പൊ പ്ലെയിന്റിഫ് അല്ലെങ്കിൽ ഇപ്പൊ മൈനർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആള് ഈ ലുനാറ്റിക് അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ ആയിട്ടുള്ള ആള് ഡിഫൻഡന്റ് ആണെങ്കിൽ അത് ഒരു ഗാർഡിയൻ ഉണ്ടായിരിക്കണം. ഒരു ഗാർഡിയൻ തന്നെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഗാർഡിയനോ നെക്സ്റ്റ് ഫ്രണ്ടോ ഇല്ലാതെ ലീഗൽ കപ്പാസിറ്റി ഇല്ല എന്ന് വിചാരിക്കപ്പെടുന്നു. നമുക്കറിയാം സൂട്ട് ബൈ ഓർ അഗൈൻസ്റ്റ് proceeding contract by or against a minor is void ab initio എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മൈനറിന് സാധാരണ രീതിയിൽ ലീഗൽ കപ്പാസിറ്റി ഇല്ല. അങ്ങനെ ലീഗൽ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ
സൂട്ട് ഫയൽ ചെയ്യാനും സൂട്ട് ഫയൽ ചെയ്യപ്പെടാനും എപ്പോഴും ഒരു നെക്സ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗാർഡിയൻ ഉണ്ടായിരിക്കും. പ്ലെയിന്റിഫ് ആണെങ്കിൽ നെക്സ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗാർഡിയൻ ഉണ്ടായിരിക്കും. ആൻഡ് പ്ലീസ് നോട്ട്, വെൻ മൈനർ ഇസ് ഡിഫെൻഡഡ്, മൈനർ ഡിഫെൻഡന്റ് ആയിരിക്കുന്ന സമയത്ത്, മൈനർ ഡിഫെൻഡന്റ് ആണെങ്കിൽ അത് ഗാർഡിയനെ കോടതിയാണ് അപ്പോയിന്റ് ചെയ്തത്. അത് ഗാർഡിയൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടേണ്ട ആളുടെ കൺസെന്റ് എടുത്തിരിക്കണം. അയാൾ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അയാളെ ഗാർഡിയനായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അയാൾ മേജർ ആയിരിക്കണം, അയാൾ പ്ലെയിന്റിഫ് ആയിരിക്കരുത്, അദ്ദേഹത്തിന് മൈനറുടെ ഇൻട്രസ്റ്റിന് എതിരായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. സോ ഇതിനെ പ്രോപ്പർലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ്. അയാള് മേജർ ആയിരിക്കണം, അത് ഗാർഡിയനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ആൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്രണ്ട് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഒരാൾ. അയാൾ സൗണ്ട് മൈൻഡ് ആയിരിക്കണം, അയാള് മേജർ ആയിരിക്കണം, സൗണ്ട് മൈൻഡ് ആയിരിക്കണം. അയാൾ ഇയാൾ ഡിഫെൻഡ് ആണെങ്കിൽ പ്ലെയിന്റിഫ് ആയിരിക്കരുത്, ഓപ്പോസിറ്റ് പാർട്ടി ആയിരിക്കരുത്. ഇനി ഇപ്പുറത്തുള്ളതാണെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി ആയിരിക്കരുത്. പിന്നെ ഷീ ഷുഡ് നോട്ട് ഹാവ് അഡ്വേഴ്സ് ഇൻട്രസ്റ്റ്. ഒരു അഡ്വേഴ്സ് ഇൻട്രസ്റ്റും, അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റും ഉള്ളൊരു ആളായിരിക്കാൻ പാടില്ല. നൗ ഇഫ് എ ഡിഗ്രി ഈസ് പാസ്ഡ്, ഇപ്പോൾ ഒരു മൈനർ ഡിഫെൻഡന്റ് ആണ്, മൈനർ ഡിഫെൻഡന്റ് ആവുന്ന സാഹചര്യത്തിൽ ഡിഗ്രി പാസ്സാക്കിയാണ്, മൈനറിനെതിരെ ഡിഗ്രി പാസ്സാക്കി. അപ്പൊ ഡിഗ്രി പാസ്സാക്കുന്നുണ്ട്, പക്ഷെ ഡിഗ്രി പാസ്സാക്കുമ്പോൾ ഗാർഡിയൻ ഇല്ലെങ്കിൽ, മൈനറിന് ഗാർഡിയൻ ഇല്ലെങ്കിൽ ഹി ഈസ് നോട്ട് പ്രോപ്പർലി ഡിഫെൻഡഡ് എന്നാണ് അർത്ഥം. അങ്ങനെ പ്രോപ്പർ ഗാർഡിയനെ അപ്പോയിന്റ് ചെയ്യപ്പെടാതെ ഒരു ഡിഗ്രി പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ, പ്ലീസ് നോട്ട്, സച്ച് എ ഡിഗ്രി passed against a minor without a guardian being representing him will be a nullity. So it is the duty എന്ന് പറയാം, പ്ലെയിന്റിഫ് ചെയ്യേണ്ട കാര്യമാണ്. സോ പ്ലെയിന്റിഫിന്റെ പേരിലാണ് ഡിഗ്രി കിട്ടുന്നത്. ആ ഡിഗ്രി ഗാർഡിയൻ ഇല്ലാത്തതുകൊണ്ട് നള്ളിറ്റി ആയി പോയി കഴിഞ്ഞാൽ പ്ലെയിന്റിഫിന് തന്നെയാണ് പ്രശ്നം. So plaintiff is the party who should apply to the court for the appointment of a guardian when minor is the defendant in a suit, or a person of unsound mind is a person of unsound mind is a defendant in a suit. ഇക്കാര്യം പ്രോബ്ലം ആയിട്ട് വരാം. പ്ലീസ് കീപ് ദിസ് ഇൻ മൈൻഡ്. No. സ്മോൾ ഡൗട്ട് സർ, ഇപ്പൊ നമ്മള് നാച്ചുറൽ ഗാർഡിയൻ ആണെങ്കിൽ കോർട്ടിന്റെ പെർമിഷൻ വേണം? നാച്ചുറൽ ഗാർഡിയൻ ആണെങ്കിലും കോർട്ടിന്റെ പെർമിഷൻ വേണം. നാച്ചുറൽ ഗാർഡിയനും കാര്യങ്ങൾ ചെയ്യാൻ കോടതിയുടെ പെർമിഷൻ വേണം. ആ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് ഞാൻ നെക്സ്റ്റ് പോകുന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഒരു കോംപ്രമൈസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ. ഈവൻ കോംപ്രമൈസിൽ എൻട്രി ചെയ്യാനൊക്കെ നാച്ചുറൽ ഗാർഡിയൻ, ഫാദർ അല്ലെങ്കിൽ പിന്നെ മദർ, ഇങ്ങനെയുള്ള നാച്ചുറൽ ഗാർഡിയൻ ഫാദറാണ് ആദ്യം വരുന്നത് സാധാരണ രീതിയിൽ. ഫാദർ ആണെങ്കിൽ പോലും ഇൻ ഓർഡർ ടു എൻറ്റർ ഇൻ ടു എ കോംപ്രമൈസ് ഓർ ഇങ്ങനത്തെ എന്ത് പ്രൊസീഡിങ്സിലും എടുക്കണമെങ്കിൽ there should be prior leave of the court. Next friend or guardian cannot enter into a compromise without the leave of the court, even if the person is the natural guardian of the minor, or also a karta of Hindu joint family. Hindu joint family കർത്തയാണ് ഈ പറയുന്ന ഒരു റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ കർത്ത ഓൾസോ cannot do it. പിന്നെ മൈനർ മെമ്പേഴ്സ് ഒക്കെ ഉള്ള സമയത്ത് cannot do it without the leave of the court. ഉണ്ടായിരിക്കുന്ന കാര്യം കമ്പൽസറിയാണ്. And there is yet another thing which we should be mentioning, and perhaps the last point with regard to this, that is minor സൂട്ട്. ഇപ്പൊ നമുക്കറിയാം, ഒരു വർഷം കൊണ്ടൊന്നും സൂട്ട് തീർന്നു വരില്ല. 3 വർഷം, 4 വർഷം, 10 വർഷം, 27 വർഷമൊക്കെ എടുക്കാം. അങ്ങനെ സൂട്ട് പിന്നെ നിൽക്കുന്ന സമയത്ത് മൈനർ 17 വയസ്സുള്ള ആൾ 18 വയസ്സായി, അല്ലെങ്കിൽ മൈനർ മേജർ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തീരുമാനിക്കാം വെദർ സൂട്ടുമായിട്ട് മുന്നോട്ട് പോകണമോ, പ്ലെയിന്റിഫ് ആയിട്ട് ഞാൻ മുന്നോട്ട് പോകണോ, അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യണോ, അല്ലെങ്കിൽ ഡിഫെൻഡന്റ് ആയിട്ട് ഞാൻ മുന്നോട്ട് പോകണമോ, കോംപ്രമൈസ് ചെയ്യണോ, ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് മേജർ ആയി കഴിഞ്ഞാൽ then it is left to the discretion of the court. Left to the discretion of the court person who was a minor, who was a person of unsound mind earlier. അൺസൗണ്ട് മൈൻഡിന്റെ കാര്യത്തിലാണെങ്കിൽ അൺസൗണ്ട് മൈൻഡ് എന്നുള്ള ഒരു പൊസിഷനിൽ മാറി സൗണ്ട് മൈൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ the person can decide for himself whether to continue with the proceeding, whether as a plaintiff or as a defendant. So I think that point is also made. Now just ഒരു പോയിന്റ് മാത്രം ഒന്ന് മെൻഷൻ ചെയ്യാം. ആ കേസ് മൈനർ ഏറ്റെടുക്കണോ? മൈനർ ഏറ്റെടുക്കല്ല, മേജർ ആയി കഴിഞ്ഞാലോ പിന്നെ മേജറായിട്ട് അദ്ദേഹം സാധാരണ പോലെ നടത്തും. മറ്റാക്ക് കോടതിയിൽ പറഞ്ഞിട്ട് ഏറ്റെടുക്കണം? അല്ല, കോടതി ഓഫ് കോഴ്സ് കോടതിയിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടാണ് വരിക. അപ്പൊ പിന്നെ ഗാർഡിയനായിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആളുടെ കപ്പാസിറ്റിയിൽ നിന്നും വിരമിക്കില്ല. കപ്പാസിറ്റി he'll be off from the capacity. Then minor will take over and minor can decide
whether to continue with the suit as plaintiff or with as defendant അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യണം, ഏത് രീതിയിലാണ് പോകേണ്ടത് എന്നുള്ള കാര്യം മൈനർക്ക് തീരുമാനിക്കും. ബിക്കോസ് ഹി ഹാസ് ബിക്കം മേജറിന് തീരുമാനിക്കും, ന്യൂ മേജറിന് തീരുമാനിക്കും. ഓക്കെ, now for ഒരു സൂട്ട് കൺസേണിങ് ഫാമിലി മാറ്റർ. സൂട്ട് കൺസേണിങ് ഫാമിലി മാറ്റർ എന്നുള്ള ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യേണ്ടത് പോകാൻ മാത്രമേ ഉള്ളൂ, 2 സെന്റൻസ് മാത്രം. അതിനകത്ത് പറയുന്നു, ഒരു ഫാമിലി മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂട്ടാണെങ്കിൽ കോർട്ട് ഷുഡ് ഓൾവേസ് പ്രൈമ ഫേസി ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ court should try for a settlement, and as far as possible the matter should be conducted in camera, and all other provisions would apply as it is. Provisions ഒക്കെ അങ്ങനെ ചെയ്യും, പക്ഷെ ആദ്യം തന്നെ ഒരു സെറ്റിൽമെന്റ് വേണ്ടി ശ്രമിക്കണമെന്നും, അതുകൂടാതെ ഇൻ ക്യാമറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മറ്റുള്ള ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പറയുന്ന പാർട്ടീസ് മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള പ്രൊസീഡിങ്ങിനാണ് നമ്മൾ ഇൻ ക്യാമറ എന്ന് പറയുന്നത്. ആ രീതിയിൽ പ്രൊസീഡിങ്ങുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം, ആൻഡ് സെറ്റിൽമെന്റിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ള 2 കാര്യം സൂട്ട് റിലേറ്റിംഗ് ടു ഫാമിലി മാറ്ററിൽ ഒരു അഡീഷണൽ റിക്വയർമെന്റ് ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ പെർഹാപ്സ് ഒരു 4 മണിയായെന്ന് എനിക്കറിയാം, 4:10 അറിയാം. ഒരു ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൂടി ഞാൻ എടുക്കും. 1-2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ, 1-2-3 കാര്യങ്ങളുണ്ട് സത്യം പറയുകയാണെങ്കിൽ. സൂട്ട് ബൈ ഇൻഡിജൻ പേഴ്സൺ ഉണ്ട്, സൂട്ട് ബൈ ഓർ അഗൈൻസ്റ്റ് പാർട്ട്ണർഷിപ്പ് ഓർ ഫേംസ് ഉണ്ട്, പിന്നെ സമ്മറി സൂട്ട്. ഇത് 3 ഓരോ 5 മിനിറ്റ് വെച്ച് പറഞ്ഞു പോകാലോ അല്ലെ? പ്ലീസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം എന്താണ് ഇനിയിപ്പം ലിമിറ്റേഷൻ, അത് നമ്മളൊരു മറ്റൊരു ദിവസം പോസിബിൾ ആണ് പറയാം. ഇന്നത്തെ ദിവസം ഇതെല്ലാം കൂടെ പറയാൻ പറ്റില്ല. ഇതന്നെ ഞാൻ അറിയാം പല മേജർ പോയിന്റ്സ് മാത്രം ടച്ച് ചെയ്ത് മാത്രം പോകുന്നുണ്ട്. ഇപ്പൊ സൂട്ട് ബൈ ഇൻഡിജൻ പേഴ്സൺ, സൂട്ട് ബൈ ഫേം, സൂട്ട് ബൈ ഓർ അഗൈൻസ്റ്റ് ഫേം, ആൻഡ് പിന്നെ സമ്മറി സൂട്ട്. ഇത് 3 നമുക്കിന്ന് അതും കൂടി നമുക്കിന്ന് കവർ ചെയ്യാം. സൂട്ട് ബൈ ഇൻഡിജൻ പേഴ്സൺ ഓർഡർ 33-ലാണ് ഇത് പറയുന്നത്. ഇൻഡിജൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ പ്രോപ്പർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ, പേഴ്സൺ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ബയോളജിക്കൽ ഹ്യൂമൻ ബീങ്സ് ലൈക്ക് യു ആൻഡ് മീ, ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഉള്ള ഹ്യൂമൻ ബീങ്സ് ആണെന്ന് തോന്നാം. പക്ഷെ പ്ലീസ് ഡു അണ്ടർസ്റ്റാൻഡ്, നാച്ചുറൽ പേഴ്സൺസ് മാത്രമല്ല, ഈവൻ ജുറിഡിക്കൽ പേഴ്സൺ, വൈൻഡിങ് അപ്പിന് ഉള്ള, വൈൻഡിങ് അപ്പ് എന്ന് പറയാൻ നമുക്ക് അറിയാമായിരിക്കുമല്ലോ, പിന്നെ നല്ല ഷേപ്പിലല്ലാത്ത കമ്പനികൾ, വൈൻഡിങ് അപ്പിന് വേണ്ടി വിധിക്കപ്പെട്ടുള്ള കമ്പനികളാണെങ്കിൽ പോലും അതും ഒക്കെ ഇതിന്റെ രീതിയിൽ വരാം. അപ്പോ ഇതിനകത്ത് പ്രൂവ് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, ഇൻഡിജൻ പേഴ്സൺ ആണെങ്കിൽ ഇൻഡിജൻ പേഴ്സണ് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്നാൽ കോർട്ട് ഫീസ് പേ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ആരാണ് ഇൻഡിജൻ പേഴ്സൺ എന്നുള്ള ഒരു ചോദ്യം വരും. ഇൻഡിജൻ പേഴ്സൺ വിത്തൗട്ട് സഫീഷ്യന്റ് മീൻസ് ഇല്ലാത്ത ആൾക്കാരാണ് ഇൻഡിജൻ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് അതിൽ വരുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പേഴ്സൺ ഹൂസ് ലയബിലിറ്റി ഇസ് മോർ ദൻ ഹിസ് അസെറ്റ്, അദ്ദേഹത്തിന്റെ അസറ്റിനേക്കാൾ കൂടുതൽ ലയബിലിറ്റി ഉള്ള ഒരാൾ ആകാം. അല്ലെങ്കിൽ പിന്നെ ഒരാൾക്ക് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്ഷൻ 60 നിങ്ങൾ ഓർക്കുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു. സെക്ഷൻ 60 CPC പറയുന്നത് അറ്റാച്ച്മെന്റ് ചെയ്യാൻ പറ്റാത്ത പ്രോപ്പർട്ടിയാണ്. അറ്റാച്ച്മെന്റ് ചെയ്യാൻ പറ്റാത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡ്രസ്സുകൾ, സ്പെക്സ്, പിന്നെ അങ്ങനെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, പിന്നെ മംഗൾസൂത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴികെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒരു എക്സിക്യൂഷൻ ഓഫ് എ ഡിഗ്രിയിൽ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. അങ്ങനെ ഈ പേഴ്സണൽ ആയിട്ട് നിലനിൽക്കുന്ന ഒരു ജീവൻ നിലനിൽക്കാൻ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അറ്റാച്ച്മെന്റിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ. അങ്ങനെ അറ്റാച്ച്മെന്റിൽ ഒഴിവാക്കിയ പ്രോപ്പർട്ടി മാത്രമുള്ള ഒരാൾ, മറ്റുള്ള അഡീഷണൽ പ്രോപ്പർട്ടീസ് ഒന്നും ഇല്ലാത്ത ഒരാൾ, അങ്ങനെയുള്ള ഒരാളെയും നോ സഫീഷ്യന്റ് മീൻസ് എന്നുള്ള രീതിയിൽ ഇൻഡിജൻ പേഴ്സൺ ആയിട്ട് കരുതാം. അതുകൂടാതെ മറ്റൊരു കാറ്റഗറിയും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉള്ള ഒരാൾ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ഒരു വരുമാനം അവിടെ നിന്നില്ല. പലപ്പോഴും നമ്മൾ തരിശ് ഭൂമി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വളരെ ഇതായിട്ടുള്ള സ്ഥലത്ത് പ്രത്യേകിച്ച് വരുമാനമൊന്നും കിട്ടാത്ത ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിനെ ആണ് നിർബന്ധമില്ല, ദാറ്റ് ഈസ് ഓൺലി ആൻ എക്സാമ്പിൾ. മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി, ബട്ട് ദ പേഴ്സൺ ഡസ് നോട്ട് ഹാവ് എനി ഇൻകം ഐഡന്റിഫൈഡ് ഫ്രം ദാറ്റ് പ്രോപ്പർട്ടി. ബെസ്റ്റ് എക്സാമ്പിൾ കുഡ് ബി എ ബാരൻ ലാൻഡ്, തരിശ് ഭൂമി, from which there is no what you call income that can be identified or shown. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം ഉള്ള ആൾക്കാരെ നമ്മുടെ ഇൻഡിജൻ പേഴ്സൺ അല്ലെങ്കിൽ പോപ്പർ എന്നുള്ള വാക്കൊക്കെ മുൻപ് ഉപയോഗിച്ചിരുന്നു. നൗ ദ വേർഡ് യൂസ്ഡ് ഇസ് ഇൻഡിജൻ. ഓർഡർ 33 ആണ് ഇവിടെ പ്രധാനമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇങ്ങനെ ഒരാള് പോപ്പറായിട്ട് കരുതപ്പെട്ട് കഴിഞ്ഞാൽ ദ അഡ്വാൻറ്റേജ് ദ പേഴ്സൺ ഹാസ് ഇസ് ഹി നീഡ് നോട്ട് പേ കോർട്ട് ഫീ. പലപ്പോഴും ഒരു സിവിൽ ലിറ്റിഗേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ, സിവിൽ ലിറ്റിഗേഷൻ കോസ്റ്റ്ലി അഫെയർ. മെയിൻലി കോസ്റ്റ് വരുന്നതിന് കോർട്ട് ഫീസ് പേ ചെയ്യുന്നതിന് കോസ്റ്റ് ഉണ്ട്.
കേരള കോർട്ട് ഫീസ് ആൻഡ് സൂട്ട് വാല്യുവേഷൻ ആക്ട് പ്രകാരമാണ് കോർട്ട് ഫീസ് ഒക്കെ നമ്മൾ ഫയൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പോകുന്നില്ല. അതിനൊരു ഷെഡ്യൂളൊക്കെ ഉണ്ട്. ഇത്ര രൂപ മുതൽ ഇത്ര രൂപ വരെ ഇത്രയും ശതമാനം, അത് കഴിഞ്ഞാൽ ഇത്ര ശതമാനം, അത് കഴിഞ്ഞാൽ ഇത്ര ശതമാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഒക്കെ ഉണ്ട്. അതിൽ തന്നെ സെക്ഷൻ 4A പ്രകാരം കോർട്ട് ഫീ തുടക്കത്തിൽ എല്ലാം ഫയൽ ചെയ്യാൻ പറ്റാത്തവർക്ക് അതിന്റെ 1/10 ഫയൽ ചെയ്യാം. അതിനുശേഷം ഒരു കാലയളവ് പറഞ്ഞതിന് ശേഷം അതിന്റെ ബാക്കി ഫയൽ ചെയ്യാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. കോർട്ട് ഫീ പലപ്പോഴും കുറച്ച് ഒരു ബേർഡൻ ആയിട്ട് വരുന്ന ഒരു എമൗണ്ട് ആണ്. ആ എമൗണ്ടിൽ നിന്നും എക്സംഷൻ കൊടുക്കുക. അതായത് പൈസ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഒരാളുടെ ലീഗൽ റൈറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിന്ന് ഒഴിവാക്കുക. ഇൻ കേസ് അയാൾ ജയിക്കുകയാണെങ്കിൽ ആ ജയിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന കാശിൽ നിന്നും ഈ കോർട്ട് ഫീ ഏറ്റവും ആദ്യം വാങ്ങിയതിനു ശേഷം മാത്രം കാശ് ബാക്കി തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഐഡിയ ആണ് സത്യം പറയുകയാണെങ്കിൽ, വളരെ ഇൻഫോർമൽ ആയിട്ട് പറയുകയാണെങ്കിൽ സൂട്ട് ബൈ ഇൻഡിജൻ പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ സൂട്ട് ബൈ ഇൻഡിജൻ പേഴ്സൺ ആയിട്ട് ഒരാൾക്ക് ഫയൽ ചെയ്യണമെങ്കിൽ, നേരിട്ട് സൂട്ട് ഫയൽ ചെയ്യല്ല ചെയ്യേണ്ടത്. അതിന് ഒരു ആപ്ലിക്കേഷൻ ഷുഡ് ബി ഫയൽഡ്. An application should be filed to show that claiming that he is a person is proper. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഹിയറിംഗ് കോടതി നടത്തുകയും കോടതി കൺവിൻസ്ഡ് ആണെങ്കിൽ ഒരു ഇൻഡിജൻ പേഴ്സൺ ആണെന്നുള്ള രീതിയിൽ സൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി സമ്മതിക്കുകയും ചെയ്യും. സൂട്ട് ഫയൽ ചെയ്യാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോർട്ട് ഫീ ഇല്ലാതെ സൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ കേസ് ഇയാൾ ജയിക്കുകയാണെങ്കിൽ, ഞാനിപ്പം മെൻഷൻ ചെയ്തതുപോലെ, ഗവൺമെന്റ് വിൽ ഹാവ് ഫസ്റ്റ് ചാർജ്. ഫസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ആർക്കൊക്കെ ഏതൊക്കെ ഓർഡറിൽ വീതം വെക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചാർജ് എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു പണയം ഒരു ബാങ്ക് എടുത്തിട്ടുണ്ട്, അതേ പ്രോപ്പർട്ടി തന്നെ അതേ ആളുടെ അതേ പ്രോപ്പർട്ടി തന്നെ മറ്റൊരു പണയം രണ്ടാമത്തെ ഒരു ബാങ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി വിറ്റാൽ കിട്ടുന്ന പൈസ ആദ്യം ഒന്നാമത്തെ ബാങ്കിന് കൊടുക്കുകയും ബാക്കി പൈസ ഉണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡ് ബാങ്കിന് കൊടുക്കുകയും ചെയ്യുള്ളൂ. ആ ഫസ്റ്റ് ചാർജ് സെക്കൻഡ് ചാർജ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ കോർട്ട് ഫീസ് അടക്കാതെ ഒരാൾ പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിജൻ പേഴ്സൺ ആയിട്ട് ഒരു സൂട്ട് ഫയൽ ചെയ്ത് ഹി വിൻസ് ദ കേസ് ആൻഡ് ഇഫ് ഹി ഗെറ്റ്സ് ദ എമൗണ്ട്, ഒരു എമൗണ്ട് കിട്ടുകയാണെങ്കിൽ ദ ഫസ്റ്റ് ചാർജ്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ചാർജ്, ഈ ഡിഗ്രി കിട്ടിയ ആൾക്ക് പോലുമല്ല ഫസ്റ്റ് എമൗണ്ട് കിട്ടാനുള്ള അധികാരമുള്ളത്. ഫസ്റ്റ് ചാർജ് ഈസ് ഫോർ ദി ഗവൺമെന്റ്. അതിന്റെ ബാക്കിയുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ വേറെ ആർക്ക് കൊടുക്കാനുണ്ടെങ്കിലും അത് വരുള്ളൂ എന്നുള്ളത് പറയുന്നു. And for this, as I said, should obtain permission of the court to file as indigent. Application is to be filed as an indigent. Details of the suit and details about insufficient means ഇല്ല എന്നുള്ള കാണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളും വേണ്ടിവരും. പിന്നെ സാധാരണഗതിയിൽ കോടതി ഈ ഒരു മാറ്റർ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഓർഡർ ഈ കാര്യത്തിൽ അല്ലെ ഗവൺമെന്റിൽ നിന്നും ഫാക്ട്സ് കളക്ട് ചെയ്യും. ഇയാൾക്ക് സഫീഷ്യന്റ് മീൻസ് ഇല്ലേ എന്നുള്ള കാര്യം എൻഷുറിങ് ചെയ്യാറുണ്ട്. സോ an order, a report, not an order, in fact a report from the government is usually 100% അങ്ങനെ വേണമെന്ന് CPCയിൽ പറയുന്നില്ലെങ്കിലും സാധാരണ there will be a report from the government and അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ കോടതി ഇയാളുടെ ഇൻഡിജന്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കും. ഓക്കെ, if the person dies, ഒരാൾ മരിച്ചു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ സൂട്ട് അബേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കോർട്ട് ഫീ മുന്നേ കിട്ടേണ്ടതായിരുന്നല്ലോ, ആ കോർട്ട് ഫീ കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ സിറ്റുവേഷൻ ആണെങ്കിൽ ആ കോർട്ട് ഫീസിനുള്ള എമൗണ്ട് ഈ മരിച്ച ആളുടെ എസ്റ്റേറ്റിൽ നിന്നും കോടതിക്കല്ല ഗവൺമെന്റിന് വസൂലാക്കാവുന്നതാണ്. അത് റവന്യൂ റിക്കവറി ആക്ടിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അത് പ്രോപ്പർട്ടി വിറ്റിട്ടോ ഏതൊക്കെ പല മാർഗങ്ങൾ പറയണ്ട, അതിനനുസരിതമായിട്ടുള്ള രീതിയിൽ അത് ഫയൽ ചെയ്യാവുന്നതാണ്, അത് റിക്കവർ ചെയ്യുന്നതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്പീൽ, ഇപ്പൊ ഒരു ഇൻഡിജൻ പേഴ്സണിന് അപ്പീൽ ഫയൽ ചെയ്യണം. കോടതിയിൽ നിന്ന് കിട്ടിയ ഓർഡറിൽ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, ഓർ അയാൾ ആദ്യം ഇൻഡിജൻ പേഴ്സൺ ആയിരുന്നില്ല, അപ്പീൽ ഫയൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പിന്നെ അതായി മാറുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ അപ്പീലുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യത്തിൽ ലീവ് ഗ്രാന്റ് ചെയ്യപ്പെടണം. ഞാനിങ്ങനെ ഇൻഡിജൻ പേഴ്സൺ ആയിട്ടാണ് അപ്പീൽ ഫയൽ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒഴിവാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയണം. ഇത് ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ്. പിന്നെ ഒരു ഹിയറിംഗ് മറ്റുള്ള കാര്യങ്ങളും വരും. പിന്നെ ഇയാളെ സ്കൂട്ടിന്റെ കാര്യം അല്ലെങ്കിൽ അപ്പീലിന്റെ കാര്യം പറയണം. ഇയാൾ അതുകൂടാതെ ഹി ഷുഡ് ഓൾസോ മെൻഷൻ അബൌട്ട് വാട്ട് യു കോൾ സഫിഷ്യന്റ് മീൻസ് ഇല്ല എന്നുള്ള കാര്യമൊക്കെ പറയണം. ആൻഡ് ഇഫ് ദ കോർട്ട് ഈസ് കൺവിൻസ്ഡ്, ദ കോർട്ട് വിൽ ഗിവ് പെർമിഷൻ to proceed as indigent person, suit as indigent person, proper suit എന്ന് പറയും. അത് ഓർഡർ 33 വരുന്നത്. So with that we complete our brief discussion on indigent person. Now we'll move to suit by or against firms. ഫേംസിനെതിരെ ഒരു പ്രത്യേകതരം ഒരു പാർട്ടിയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞത്.
പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് സൂട്ടുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ കാര്യങ്ങൾ. സാധാരണ ഓർഡർ 7 പ്രകാരമുള്ള എല്ലാ റിക്വയർമെന്റ്സും കംപ്ലൈ ചെയ്യണം. ആൻഡ് അഡീഷണൽ റിക്വയർമെന്റ്സ് ആർ സ്റ്റിപ്പുലേറ്റഡ് അണ്ടർ ഓർഡർ 30. സൂട്ട് ഇൻ ദ നെയിം ഓഫ് എ ഫേം ഓർ സൂട്ട് ബൈ എ ഫേം. ഫേം എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് എന്നുള്ള അർത്ഥം തന്നെയാണ്. നമ്മൾ പാർട്ട്ണർഷിപ്പ് സ്പെഷ്യൽ കോൺട്രാക്ട്സിൽ പഠിച്ചിട്ടുള്ള സംഭവമാണ്. ഇതിനകത്ത് ചില there will be matters that will be referred to under Partnership Act 1932. Partnership Act 1932 പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അതിൽ പറയുന്നുണ്ട് സൂട്ട് ക്യാൻ ബി ഫയൽഡ് ബൈ ഓർ എഗൈൻസ്റ്റ് എ ഫേം. ഫേമിനെതിരെയോ ഫേമിനോ ഒരു സൂട്ട് ഫയൽ ചെയ്യാന്നുള്ള കാര്യം പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പറയുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുന്നതായിരിക്കും. ബൈ ഓർ അഗൈൻസ്റ്റ് അത് ഒരു സൂട്ട് ഫയൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ സൂട്ട് ഫേമിനെതിരെ ഫയൽ ചെയ്യുന്നതും it should be in the name of a person authorized. Person authorized ആയിട്ടുള്ള അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രകാരമോ അല്ലെ പാർട്ട്നേഴ്സ് തീരുമാനിച്ച പ്രകാരമോ ഓതറൈസ്ഡ് ഉള്ള ആളുടെ പേരിലാണ് പിന്നെ ഒരാൾക്കാണ് ഇത് സൂട്ട് ഫയൽ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ആൾക്കെതിരെയാണ് സൂട്ട് ഫയൽ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഏതൊരാളുടെ എതിരെ ഫയൽ ചെയ്ത് കഴിഞ്ഞാലും അത് പാർട്ട്ണർഷിപ്പിന്റെ പേരിലായിരിക്കണം. പാർട്ട്ണർഷിപ്പിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ such and such A and B partnership represented by Mr. X. So Mr. X in the personal capacity അല്ല, Mr. X as the authorized person or managing partner or authorized partner ഏതെങ്കിലും രീതിയിലായിരിക്കും. ഇനി അയാൾ സൂട്ട് ഫയൽ ചെയ്യണമെങ്കിലോ പാർട്ട്ണർഷിപ്പ് ഫേം ആണ് ഫയൽ ചെയ്യുന്നെങ്കിലും ഈ authorized person Mr. X as authorized person of partnership A and B. A and B എന്നാണ് പാർട്ട്ണർഷിപ്പിന്റെ പേര്. ആ A and B പാർട്ട്ണർഷിപ്പിന്റെ authorized partner എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ മാനേജിംഗ് പാർട്ട്ണർ എന്നുള്ള നിലയിൽ പാർട്ട്ണർഷിപ്പിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഈ സൂട്ട് ഡിഫെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ സൂട്ട് ഫയൽ ചെയ്യുന്നു എന്നുള്ള കാര്യം കാണിച്ചിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ഒരു പേഴ്സണൽ കപ്പാസിറ്റി ആയിരിക്കും. ദ കപ്പാസിറ്റി ആസ് എ പാർട്ട്ണർ ദാറ്റ് ഷുഡ് ബി മെയ്ഡ് നോൺ ഇൻ ദി പാർട്ട്ണർഷിപ്പ്, പിന്നെ ഇൻ ദി സൂട്ട് ബൈ ഓർ അഗൈൻസ്റ്റ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഇനിയിപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡിഫെൻഡന്റ് ആണെങ്കിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ കോടതി കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ, കോടതി ആ രീതിയിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ the partnership firm should disclose the names of all the partners. Otherwise അത് ഡിസ്ക്ലോസ് ചെയ്യുന്നവരെ പ്രൊസീഡിംഗ് സ്റ്റേ ചെയ്യാം. ഇത് നമ്മൾ എപ്പോഴും അറിയുന്ന ഒരു കാര്യമായിരിക്കണം, നിർബന്ധമില്ല. Kindly note this. If the partnership firm is acting as a defendant, if a suit is filed against the partnership firm, and if the party requires the partnership firm to disclose the names of the partners, and if the partnership firm refuses to disclose the name of the partners, like a minor partner or a sleeping partner, അങ്ങനെയുള്ള കപ്പാസിറ്റിയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ വിമുഖത കാണിക്കുകയാണെങ്കിൽ, if they refuse to do this, then the suit can be stayed. സൂട്ട് സ്റ്റേ ചെയ്യപ്പെടാം. എന്നേക്ക് വേണ്ടി സ്റ്റേ ചെയ്യാനല്ല, ചെയ്യപ്പെടാം. ആൻഡ് കോർട്ട് ക്യാൻ ഓർഡർ ദ പാർട്ണർഷിപ്പ് ഫേം ടു ഡിസ്ക്ലോസ് ദ നെയിം ഓഫ് ദ പാർട്ടീസ് എക്സെട്ര. ഓക്കെ. ആൻഡ് ഡിഗ്രി, ഇനിയിപ്പോൾ ഡിഗ്രി വരികയാണെങ്കിൽ, ഇങ്ങനെ സൂട്ടിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ സാധാരണ പോലെ തന്നെയാണ് പോകുന്നത്. ഇനി ഡിഗ്രി വരികയാണെങ്കിൽ ഡിഗ്രിക്കകത്ത് പാർട്ണർഷിപ്പ് ഫേമിന്റെ പേരും കോടതി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയായിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൂടാതെ എല്ലാ പാർട്ട്ണർമാരുടെ പേരിലും വേണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു എൻറ്റിറ്റി അല്ല. ഇറ്റ് ഈസ് അൺലൈക്ക് എ കമ്പനി, ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. സൂട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ പോലും ഈ പാർട്ട്നേഴ്സിന്റെ ഒരു പേഴ്സണൽ കപ്പാസിറ്റി, പേഴ്സണൽ ലയബിലിറ്റി ഉണ്ട്. ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള രീതിയിലുള്ള ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് വേറെ ഉണ്ട്. സാധാരണ പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളതല്ലാത്തത് കൊണ്ട് തന്നെ all the persons will be liable for any liability that is fixed on the partnership. അപ്പോൾ ഒരു ഡിഗ്രി വരികയാണെങ്കിൽ പാർട്ട്ണർഷിപ്പിന്റെ പേരിലും ഓരോരോ പാർട്ട്ണറുടെ പേരിലും വ്യക്തിപരമായിട്ട് ഉണ്ടാകും. അതിൽ പിന്നെ നമ്മൾ സബ്രോഗേഷൻ ഒക്കെയാണ് വരിക. ഇപ്പൊ 5 പാർട്ട്നേഴ്സ് ഒരു പൈസ കൊടുക്കാൻ പറഞ്ഞു, 10 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പാർട്ട്ണർ ABCDE ആണെങ്കിൽ, പാർട്ട്ണർ A മാത്രം കൊടുക്കുകയാണെങ്കിൽ പാർട്ട്ണർ A will be considered to have paid the amount and he will get subrogated. നമ്മൾ ഗ്യാരണ്ടിയിലൊക്കെ പറയുന്ന പോലെയാണ്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ സൂട്ട് ഫയൽ ചെയ്യുന്ന രീതിയിൽ ആ ഗ്യാരണ്ടർ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാരണ്ടർക്ക് പ്രിൻസിപ്പൽ ഡെറ്റർ എന്ന് പൈസ വാങ്ങിക്കാന്ന് പറയുന്നുണ്ടല്ലോ. ഗ്യാരണ്ടർ വിൽ സ്റ്റെപ്പ് ഇൻ ടു ദ ഷൂസ് ഓഫ് പിന്നെ എന്താണ് ക്രെഡിറ്റർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ പറഞ്ഞ പോലെ തന്നെ ഒരു പാർട്ട്ണർ ആണ് ഇത് ലയബിലിറ്റി പിന്നെ വീട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത് ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്നെങ്കിൽ
that partner can claim the amount, the proportionate amount from other partners. The situation is that of the principle of subrogation, which you have learned when it comes to special contracts, especially contract of guarantee. Okay. പിന്നെ ഇപ്പം ഇതിന് സൂട്ട് അഗൈൻസ്റ്റ് എ ഫേം, എനി വൺ ഓർ മോർ ഓഫ് ദി പാർട്ട്നേഴ്സ് അതിനകത്ത് പാർട്ടി ആയിരിക്കണം. പക്ഷെ അവർ ഒന്നോ രണ്ടോ ആൾക്കാരാണ് പാർട്ടി എങ്കിൽ പോലും പിന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രകാരമുള്ള ലയബിലിറ്റി എല്ലാവർക്കും ഉണ്ടായിരിക്കും. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ചിലപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊപ്പോർഷണാലിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ പറഞ്ഞ രീതിയിലുള്ള ഒരു ലയബിലിറ്റി എല്ലാവർക്കും ഉണ്ടായിരിക്കും. ആൻഡ് സമൻസ് ഫയൽ ചെയ്യുന്നത് ഏതെങ്കിലും പാർട്ട്ണറുടെ അടുത്തോ അല്ലെങ്കിൽ മാനേജിംഗ് പാർട്ട്ണർ എന്ന് പറയുന്ന ഒരാളെടുത്തോ ആണ് സമൻസ് ഫയൽ ചെയ്യേണ്ടത്, സമൻസ് സെർവ് ചെയ്യേണ്ടത്. പിന്നെ ഇപ്പം ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഈസ് ഡിസോൾവ്, പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്തു എന്നുള്ള കാര്യം പ്ലെയിൻറ്റിഫിനാകും. ഞാനാണ് പ്ലെയിൻറ്റിഫ്, പാർട്ട്ണർഷിപ്പിനെതിരെ കേസ് കൊടുക്കുകയാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആയപ്പെട്ടു എന്നുള്ള കാര്യം എനിക്കറിയാമെങ്കിൽ, പിന്നെ അറിയപ്പെട്ടെങ്കിൽ പോലും every partner will be personally liable for that. Every പാർട്ട്ണറും അതിന് ലയബിൾ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക. പിന്നെ ഇഫ് എ പാർട്ട്ണർ ഡൈസ്, പാർട്ട്ണർ മരിക്കുകയാണെങ്കിൽ പ്ലീസ് നോട്ട്, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് നീഡ് നോട്ട് ബി ഇംപ്ലീറ്റഡ്. ഇംപ്ലീഡ് ചെയ്യപ്പെടേണ്ട കാര്യമില്ല. അപ്പീലിലാണെങ്കിലും ഇംപ്ലീഡ് ചെയ്യേണ്ട കാര്യമില്ല. അയാളുടെ ലയബിലിറ്റി നോക്കിയതിനു ശേഷം പിന്നീട് അയാളുടെ ഇതിൽ നിന്നും എടുക്കാന്നുള്ള നിലയിലാണ്. ഓൾറെഡി പാർട്ട്ണർഷിപ്പ് ഒരു കോംപ്ലിക്കേഷൻ ആണ്, അതിൽ വീണ്ടും കോംപ്ലിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ എന്ന് വിചാരിക്കുന്നു. പിന്നെ അപ്പിയറൻസിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. പാർട്ട്നേഴ്സ് ആൻഡ് മാനേജിംഗ് പാർട്ട്ണർ മേർ അപ്പിയറൻസ് വിതൗട്ട് പ്രൊട്ടസ്റ്റ് വിൽ ബി ടേക്കൺ ആസ് അഡ്മിഷൻ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പാർട്ട്ണർ ആരാണെന്നുള്ള കാര്യത്തിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടാകാം. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പാർട്ട്ണർ ചിലപ്പം ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ പാർട്ട്ണർഷിപ്പിന്റെ റെസൊല്യൂഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരു പാർട്ട്ണർ മറ്റൊരു പാർട്ട്ണർഷിപ്പിനെതിരെ കേസ് കൊടുക്കുക, മറ്റേതെങ്കിലും സാഹചര്യത്തിൽ അയാൾക്ക് ഇറങ്ങിപ്പോകാനുള്ള അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ നിന്നും മാറാനുള്ള ഒരു സിറ്റുവേഷൻ വരാം, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടാനുള്ള സിറ്റുവേഷൻ വരാം. അപ്പൊ പലപ്പോഴും പുറത്തു നിന്ന് ഡീൽ ചെയ്യുന്ന ഒരാൾ കുറെ വർഷമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ ആ പാർട്ട്ണർഷിപ്പിൽ പുതിയ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടുവോ അല്ലെങ്കിൽ പുതിയ പാർട്ട്ണർ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പലപ്പോഴും പുറത്തുനിന്നുള്ള ഒരാൾക്ക് അറിയണമെന്ന് നിർബന്ധം മുഴുവനായിട്ടും ഇല്ല. അപ്പോൾ ഒരാൾ പാർട്ട്ണർ അല്ലെങ്കിൽ പോലും ഒരാൾ പാർട്ട്ണർ എന്നുള്ള നിലയിൽ ഒരു എസ്റ്റോപ്പിൽ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സെക്ഷൻ 115 ഓഫ് എവിഡൻസ് ആക്ട് പ്രകാരം എസ്റ്റോപ്പിൽ വരുന്ന സിറ്റുവേഷൻ ആണ്. അയാൾ ഒരു ഒബ്ജക്ഷനും ഇല്ലാതെ കേസ് വന്നപ്പോൾ അയാളും കൂടി പാർട്ട്ണർ ആണ് എന്നുള്ള രീതിയിൽ കോടതിയിൽ വന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാർട്ട്ണർ വിതൗട്ട് പ്രൊട്ടസ്റ്റ് ഇല്ലാത്ത പാർട്ട്ണർ എന്നുള്ള നിലയിൽ അയാളെയും കൂടി പാർട്ട്ണറായിട്ട് കരുതപ്പെടും. പാർട്ട്ണർ അല്ലെങ്കിൽ അയാൾ പ്രൊട്ടസ്റ്റ് ചെയ്യണം. പാർട്ട്ണർ ആണെന്നുള്ള ഒരു ഇംപ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഹി വിൽ ബി സ്റ്റോപ്പ് ഫ്രം പ്രൊട്ടസ്റ്റിംഗ് ഇറ്റ് ലേറ്റർ ഓൺ. Appearance without protest will be taken as admission of partnership liability. Appearance without protest will be taken as admission without protest. Now the last point perhaps for the day, summary suit. Summary suit പറയുന്നത് 37ലാണ്. 37. അപ്പം സമ്മറി സൂട്ടിന്റെ കാര്യത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സമ്മറി സൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഏത് സെമസ്റ്ററിൽ പഠിച്ചെന്ന് ഓർക്കുന്നുണ്ടോ സലീം ഭായി? നെഗോഷ്യബിൾ പഠിക്കാൻ പോണേ ഉള്ളൂ 5th സെമ്മില്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ പോകുന്നുള്ളൂ? ബാങ്കിങ് ലോ അല്ലല്ലോ. ബാങ്കില് അത് സ്പെഷ്യൽ കോൺട്രാക്ട്സിന്റെ ഭാഗമായിട്ട് 10 മാർക്കിനോ 20 മാർക്കിനായിട്ടുള്ള ഒരു സംഭവം അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് മാറ്റർ മാത്രം പറയാം. എന്ന് വെച്ചാൽ അത് പറയുന്നില്ലെങ്കിൽ നമുക്ക് സമ്മറി സൂട്ട് മനസ്സിലാവില്ല. ഇപ്പോഴൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പിന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആകാം, അല്ലെങ്കിൽ നമ്മൾ ഇതാണെന്ന് വിചാരിച്ചോളൂ, ഒരു DPN, ഡിമാൻഡ് പ്രോമിസറി നോട്ട്. ഇതൊക്കെ സെക്ഷൻ 4, സെക്ഷൻ 5 ആൻഡ് സെക്ഷൻ 6 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 പ്രകാരം വരുന്ന സംഭവമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് ഈസിലി നടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്പെഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പൊ അത് പ്രകാരമുള്ള ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലയബിലിറ്റി ആണ്. അപ്പോൾ ടേക്ക് ഫോർ എക്സാമ്പിൾ സെക്ഷൻ 4 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 says പ്രോമിസറി നോട്ട് ഈസ് an unconditional undertaking. ഞാനാണ് സലീമിന് ഇപ്പോൾ ഒരു പ്രോമിസറി നോട്ട് തരുന്നതെങ്കിൽ, ഒരു പ്രോമിസറി നോട്ട് ഞാൻ താങ്കൾക്ക് എക്സിക്യൂട്ട് ചെയ്തതിലാണ്. അപ്പോൾ താങ്കൾക്ക് ഞാൻ 1 ലക്ഷം രൂപ തരാണ്ട് ഞാനൊരു പ്രോമിസറി നോട്ട് എഴുതി തരികയാണെങ്കിൽ it is an unconditional undertaking from the side of Lowell Man to Mr. Salim, saying that when you demand,
മറ്റൊരു കണ്ടീഷനും ഇല്ലാതെ വെൻ യു ഡിമാൻഡ് ഐ വിൽ പേ ദ amount, പേ ദ മണി ഓൺലി എന്നൊക്കെ പറഞ്ഞൊരു ഡെഫിനിഷൻ ആണുള്ളത്. വിച്ച് മീൻസ് ദാറ്റ് അതിനകത്ത് മറ്റൊരു സിറ്റുവേഷൻ ഇല്ല. ദിസ് ഇസ് വെരി ക്ലിയർ കേസ്. അതിനകത്ത് വീണ്ടും ലിറ്റിഗേറ്റ് ചെയ്ത് കുളമാക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ ജസ്റ്റ് സമ്മറി സൂട്ട് എന്ന് പറയും. സമ്മറി സൂട്ട് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് സൂട്ട് അല്ല, സമ്മറി ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നത്. ഡീറ്റെയിൽഡ് അല്ല, സമ്മറി ആണെന്നുള്ള സമ്മറി നമ്മൾ പറയില്ല. ആ രീതിയിൽ തന്നെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സമ്മറി പ്രൊസീഡിങ്സ് ആകുമ്പോൾ ഇതുപോലെ വളരെ ക്ലിയർ കേസാണ്. ഇല്ലെങ്കിൽ ഫോർ ഒരു റിട്ടൺ കോൺട്രാക്ട്, ഒരു റിട്ടൺ കോൺട്രാക്ട് ഉണ്ട്. ഈ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തു എന്ന് പറയും. അങ്ങനെ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയും. നമ്മൾ ടോട്ടൽ എപ്പോഴും കേൾക്കുന്ന അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്നാണ്. എന്തെങ്കിലും ഒരു അപകടം പറ്റി അപ്പോഴേ എത്രയാണ് നഷ്ടപരിഹാരം എന്നൊക്കെ ലിക്വിഡേറ്റ് ചെയ്ത് തീരുമാനമെടുത്ത് കോടതി പറയുമ്പോൾ അത് കൊടുക്കുക എന്നുള്ളതാണ് അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. അത് ലിക്വിഡേറ്റ് ചെയ്തിട്ടില്ല, അത് തീരുമാനിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ കോൺട്രാക്ടിനകത്ത് പറയുകയാണെങ്കിൽ ഇന്നെന്ന കാര്യമാണ് കോൺട്രാക്ടിന്റെ ബ്രീച്ച് എന്ന് പറഞ്ഞാൽ, ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ പ്ലസ് പിന്നെ ഇത്രയും പലിശ കൊടുക്കണം, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ കൊടുക്കണം എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ലിറ്റിഗേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ഒരു പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ ഹുണ്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഹുണ്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ട്രഡീഷണൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. അല്ലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചെക്ക് കൂടി അതിനകത്ത് പെടും. അത് പ്രകാരം കൊടുക്കാനുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ DPN പോലെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. അതിനകത്ത് ദർ ഇസ് നോ പർപ്പസ് ഓഫ് എനി ക്ലാരിഫിക്കേഷൻ, എനി ലിറ്റിഗേഷൻ ഫർദർ. ആൻഡ് ഇനാക്ട് അല്ലെങ്കിൽ ഗ്യാരണ്ടി പ്രകാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ട്രാൻസാക്ഷൻ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ആ ട്രാൻസാക്ഷൻ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അത് ഇത് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ആ എമൗണ്ട് ടോട്ടലായിട്ട് പേ ചെയ്തോളാം എന്നുള്ളൊരു അൺകണ്ടീഷണൽ ഒരു അണ്ടർടേക്കിംഗ് ആണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇൻഡെമിനിറ്റി ഗ്യാരണ്ടി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇതുപോലെയുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഒരു റിട്ടൺ കോൺട്രാക്ട് ആൻഡ് ലിക്വിഡേറ്റഡ് ഡാമേജസ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ ലിറ്റിഗേഷന്റെ ചാൻസ് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരാൾക്ക് സൂട്ട് ഫയൽ ചെയ്ത് ഏറ്റവും ചെറിയ പ്രൊസീഡിംഗ് പ്രകാരം സൂട്ട് കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ കാശ് കിട്ടുന്ന രീതിയിൽ, അതായത് ലിറ്റിഗേഷൻ വളരെയധികം നീട്ടിക്കൊണ്ടുപോകാതെ കോടതിയുടെയും പാർട്ടീസിന്റെയും ഒന്നും സമയം അധികം കളയാതെ പെട്ടെന്ന് നടത്താനുള്ള ഒരു 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 ഇന്റർവ്യൂ, നമ്മള് 2020 എന്നൊക്കെ പറയുന്നത്, 1 ഡേ ടെസ്റ്റ് 2020 എന്നൊക്കെ പറയില്ലേ, ഈ 2020 എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. സത്യം പറയാൻ സിവിൽ സൂട്ടിലെ 2020 ആണ് സമ്മറി സൂട്ട് എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിന് വേണ്ടി നമുക്കങ്ങനെ പറയാം. അപ്പോൾ സമ്മറി ആയിട്ട് ഫാസ്റ്റ് ആയിട്ടുള്ള പ്രൊസീഡിങ്ങിനാണ് നമ്മൾ സമ്മറി സൂട്ട്. And that usually happens in the situations where there is a negotiable instrument is involved and the amount is payable under negotiable instrument, amount is payable under written contract, amount is payable, the amount recoverable is liquidated amount, amount is payable under a guarantee. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ്, ഗ്യാരണ്ടി ആകാം, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആകാം, റിട്ടൺ കോൺട്രാക്ട് ആകാം, അല്ലെങ്കിൽ ലിക്വിഡേറ്റഡ് ഡാമേജസ് ആകാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഫയൽ ചെയ്യാവുന്ന ഫയൽ ചെയ്യാവുന്ന സൂട്ടിനെയാണ് നമ്മൾ സമ്മറി സൂട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഡെൽറ്റ് അണ്ടർ ഓർഡർ 37 ഓഫ് CPC. അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലെയിന്റിഫ് സമൻസ് അയക്കണം. പ്ലെയിന്റിഫ് വിൽ ഹാവ് ടു സെൻഡ് എ സമൻസ് ടു ദ ഡിഫൻഡന്റിന് സമൻസ് അയക്കണം. ഡിഫൻഡന്റിന് സമൻസ് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 10 days, മറ്റേതൊരു 90 ദിവസമൊന്നും ഇല്ല, 90 സെക്കൻഡ് എന്നുള്ളത് നമുക്ക് മറ്റുള്ള കാര്യത്തിലാണ്. 90 ദിവസം 10 ദിവസത്തിനുള്ളിൽ ഹി ഷുഡ് എൻറ്റർ അപ്പിയർ. എന്താ വെച്ചാൽ വലിയ കൺഫ്യൂഷൻ ഇതിനകത്തില്ല. ഡോക്യുമെന്റ് ഉണ്ട്, പ്രോപ്പർ സിഗ്നേച്ചർ ഉണ്ട്, പ്രോപ്പർ സ്റ്റാമ്പിംഗ് ഉണ്ട്, പ്രോപ്പർ കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് അധികം കൺഫ്യൂഷൻ ഇല്ല. വിത്തിൻ 10 days ദ ഡിഫൻഡന്റ് ഷുഡ് എൻറ്റർ അപ്പിയറൻസ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദെൻ ദ ഡിഫൻഡന്റ് വിൽ ഗിവ് the plaintiff will have to file a summons for judgment. അതായത് ഇന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എന്റെ ക്ലെയിം ഉള്ളത്. ഇത് വളരെ ക്ലെയിം ആയിട്ടുള്ള ഇതിൽ ഈ സമ്മറി സൂട്ടിനെ പറ്റിയൊരു സംഭവമാണ്. ആ സമ്മറി സൂട്ടിൽ ഇയാൾക്ക് പിന്നെ ഞാൻ എന്ത് ഫയൽ ചെയ്തു, സമ്മറി സൂട്ടിൽ ഇയാൾക്ക് സമ്മൻസ് പിന്നെ കൊടുത്തിട്ടുണ്ട്. സമ്മൻസ് പ്രകാരം ഇയാൾ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അപ്പിയർ ചെയ്തിട്ട് അപ്പിയർ ചെയ്തതിനു ശേഷം 10 ദിവസത്തിനുള്ളിൽ ഇയാള് ഇത് കംപ്ലൈ ചെയ്യണം. സമ്മൻസ് ഫോർ ജഡ്ജ്മെന്റ് എന്ന് പറയും. By plaintiff to defendant. Defendant within 10 days will have to leave of the court to defend. അപ്പോൾ ഇയാൾക്ക് പറയാണ് ഇതിങ്ങനെയല്ല, ഇത് ലിറ്റിഗേറ്റ് ചെയ്യാനുണ്ട്, എനിക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഇവിടെയുണ്ട്, there are complications involved here എന്ന് ഡിഫൻഡന്റിന് ഒരു കേസ് ഉണ്ടെങ്കിൽ ഡിഫൻഡന്റ് ക്യാൻ ഫയൽ ലീവ്, ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്താൽ മാത്രമേ ഡിഫൻഡന്റ് ആയിട്ട് ലിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുള്ളൂ. അല്ലെങ്കിൽ അയാൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് ഡിഗ്രി ആയി, സമ്മറി സൂട്ട് കഴിഞ്ഞു, ഡിഗ്രി ആയി, പിന്നെ അത് നേരെ എക്സിക്യൂഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്.
ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ വിത്തിൻ 10 days ഓഫ് സമൻസ് ഫോർ ജഡ്ജ്മെന്റ്, ജഡ്ജ്മെന്റിന് സമൻസ് കൊടുക്കണം. ജഡ്ജ്മെന്റ് ഇങ്ങനെയുള്ള ജഡ്ജ്മെന്റ് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് പ്ലെയിന്റിഫ് ഡിഫൻഡന്റിന് അപ്പിയർ ചെയ്ത സാധനം കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 10 days. ഇത് അങ്ങനെയല്ല, ഇത് പെട്ടെന്ന് അങ്ങനെ ഡിഗ്രി ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് തിങ്സ് ടു ബി ഡിസൈഡഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞിട്ട് പ്ലെയിന്റിഫിന് അപ്പിയർ ചെയ്യാം. അങ്ങനെ അപ്പിയർ ചെയ്യണമെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. ആൻഡ് മേ ഓർ മെ നോട്ട് ഗ്രാൻഡ്. ഡിഫൻഡന്റ് എപ്പോഴും ഡിഫൻഡന്റിന് പിന്നെ ഇത് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വരില്ല. അതിനകത്ത് കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കോടതി ഡിഫെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുള്ളൂ. അതർവൈസ് സമ്മറി ജഡ്ജ്മെന്റിന് കൊടുക്കും. സമ്മറി ജഡ്ജ്മെന്റ് കൊടുക്കാം. അങ്ങനെ സമ്മറി ജഡ്ജ്മെന്റ് കൊടുക്കുന്നില്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. ഡിഫെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അൺകണ്ടീഷൻ ആയിട്ട് എങ്ങനെയും ഡിഫെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 പോയിന്റ് പറഞ്ഞാൽ ആ പോയിന്റിൽ മാത്രം ഡിഫെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയില്ല. അപ്പൊ സോ ദ 3 ഓപ്ഷൻസ് അവൈലബിൾ വെൻ എ പേഴ്സൺ മേക്സ് എൻ ആപ്ലിക്കേഷൻ ഫോർ ഡിഫെൻഡിങ് എ സമ്മറി സൂട്ട് ആർ 1, അൺകണ്ടീഷണൽ ഓപ്പർച്യൂണിറ്റി ടു ഡിഫെൻഡ്. എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും പറഞ്ഞുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാം. 2, ചില പ്രത്യേക പോയിന്റിൽ മാത്രം ഡിഫെൻഡ് ചെയ്യാം, ആ പോയിന്റ് മാത്രം കിട്ടിയിരിക്കുക. ആൻഡ് 3rd, he cannot defend at all. Then summary judgment ഓർഡറേ ആകും. ഇങ്ങനെയുള്ള 3 സിറ്റുവേഷൻസ് ആണ് വരുന്നത്. ദെൻ അത് മാത്രമല്ല, ഇപ്പൊ ഏതെങ്കിലും എമൗണ്ട് ഇപ്പൊ പറയാണ് ഒരാള് 2,50,000 രൂപ കിട്ടാനുണ്ട്. ഇപ്പൊ 2 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്നുള്ള കാര്യം ഇയാൾ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് ഐ ഓക്കെ, ഇത് I'll be completing in 2 minutes. അഡ്മിറ്റഡ് എമൗണ്ട്, പിന്നെ ഞാനിപ്പോ 2,50,000 എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ ഞാൻ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ 2 ലക്ഷം രൂപ കെട്ടിവെച്ചാൽ മാത്രമേ, കോടതിയിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ സീക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഡിഫെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ സീക്ക് ചെയ്യണമെങ്കിൽ അഡ്മിറ്റഡ് എമൗണ്ട് ഷുഡ് ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ കോർട്ട്. ഓക്കെ, ഡിസിഷൻ ഹാസ് ടു ലിവ്. ഇങ്ങനെ ഇതുപോലെയുള്ള ഓർഡർ, ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കോടതി ഒരു ഓർഡർ തരും. ആ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർ മാത്രമാണ്, ഡിഗ്രി അല്ല. അങ്ങനെയുള്ള ഒരു ഓർഡർ ആണെങ്കിൽ പോലും ഇറ്റ് ഈസ് എൻ അപ്പീലബിൾ ഓർഡർ. പ്ലീസ് നോട്ട്, ഇറ്റ് ഈസ് എൻ അപ്പീലബിൾ ഓർഡർ. ദാറ്റ് ഓർഡർ ഓഫ് ദി കോർട്ട് ഡിസൈഡിംഗ് വെദർ എ പേഴ്സൺ ക്യാൻ ഡിഫെൻഡ് ഓർ നോട്ട് ഇൻ എ സമ്മറി സൂട്ട് ഈസ് എൻ ഓർഡർ. Even though it is an order, it is an appealable order. Now, ഈ പാർട്ടി അപ്പിയർ ചെയ്തില്ല, അല്ലെങ്കിൽ പാർട്ടി ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുത്തില്ലെങ്കിൽ ഉടനെ അത് ജഡ്ജ്മെന്റ് ആവും. ആൻഡ് പക്ഷെ പ്രത്യേക സാഹചര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ, ഒരു സഫീഷ്യന്റ് സാഹചര്യം കാണിക്കുകയാണെങ്കിൽ, കോർട്ട് ഹാസ് എ പവർ ടു കണ്ടോൺ ദ ഡിലേ ആൻഡ് സെറ്റ് അസൈഡ് എക്സ് പാർട്ടി ഡിഗ്രി. എക്സ് പാർട്ടി ഡിഗ്രി വരികയാണെങ്കിൽ അത് കണ്ടോൺ അതായത് കാലവിളംബം എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻ അല്ല, ഡിലേ വന്നത് അത് പിന്നെ കണ്ടൂൺ ചെയ്തുകൊണ്ട് അത് വീണ്ടും സൂട്ടായിട്ട് മുന്നോട്ട് പോകാനോ, അല്ലെങ്കിൽ എക്സ്പാർട്ടി ഡിഗ്രി വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിഗ്രി സെറ്റ് അസൈഡ് ചെയ്യാനോ ഉള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ട് ഡിഫെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്തേക്കാം. പക്ഷെ ഇതല്ലാത്ത സാഹചര്യങ്ങളിൽ സമ്മറി സൂട്ട് ഈസ് ഏറ്റവും പ്രൊസീജിയർ കുറഞ്ഞ, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാനുള്ള, വളരെ ഓബ്വിയസ് ആയിട്ട് കാര്യങ്ങൾ വരുന്ന സിറ്റുവേഷനുള്ള, അതായത് ഒബ്വിയസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിമാൻഡ് പ്രോമിസറി നോട്ടൊക്കെ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ റിട്ടേൺ കോൺട്രാക്ട് ഉള്ള രീതിയിൽ, ഒരു ഗ്യാരണ്ടി ഉള്ള സിറ്റുവേഷനിൽ കൊടുക്കുന്ന സംഭവമാണ് സമ്മറി സൂട്ട്. ദാറ്റ് ഈസ് ഡിസ്കസ്ഡ് അണ്ടർ ഓർഡർ 37 ആണ്. സോ ദാറ്റ്സ് എ ബ്രീഫ് അബൌട്ട് സമ്മറി സൂട്ട് ഓൾസോ. നമ്മൾ ഒരു 1.5 മണിക്കൂറിൽ കൂടുതൽ ഇപ്പം ഡിസ്കസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഇനഫ് ഫോർ ദി ഡേ. ആൻഡ് വി ഹാവ് കംപ്ലീറ്റഡ് അറ്റ്ലീസ്റ്റ് 1 മൊഡ്യൂൾ നമ്മൾ റീസണബിളി കംപ്ലീറ്റ് ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. മറ്റൊരു ഓപ്പർച്യൂണിറ്റി, മറ്റൊരു അവസരം വരികയാണെങ്കിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. Otherwise, that's it for the day, and all the very best for the examination once again, and Happy New Year to you. Thank you so much. Thank you so much. Thank you, sir. Thank you, sir. Thank you, sir. thank you. Thank you, everyone. Salim bye. Thank you, sir. Thank you. Thank you, sir. Thank you.